നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന റീഡിംഗ് തേർഡ് പാർട്ടിയെ കുറിച്ചിട്ടുള്ള റീഡിംഗ് ആണ്. തേർഡ് പാർട്ടിയെ കുറിച്ച് നിങ്ങളുടെ പേഴ്സൺ പറയുന്നത് തേർഡ് പാർട്ടിയായിട്ട് കണക്ഷൻ ഇല്ല, അത് നിർത്തി, അത് കഴിഞ്ഞു, അതിപ്പോൾ ഇല്ല എന്ന് പറയുന്നത് സത്യമാണോ നുണയാണോ? അങ്ങനെ നുണയാണ് പറയുന്നതെങ്കിൽ അത് എന്തുകൊണ്ടാണ് നുണ പറയുന്നത്? സത്യമാണ് പറയുന്നതെങ്കിൽ നിങ്ങൾ ആ പേഴ്സണെ അവിശ്വസിക്കുന്നത് കൊണ്ട് നിങ്ങൾക്കൊരു ഗൈഡൻസും കൂടെ നമ്മൾ നോക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് 1, 2, 3 ഈ കാർഡ്സിൽ ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്യുക. ഇത് നിങ്ങളുടെ പേഴ്സണിൻ്റെ ഇപ്പോഴത്തെ എനർജിയാണ്. അപ്പോൾ നമ്മൾ നോക്കുക ആ പേഴ്സണിൻ്റെ എനർജി, കറണ്ട് സിറ്റുവേഷൻ എന്താണ്, അവർ സത്യമാണോ നിങ്ങളോട് പറയുന്നത്, നുണയാണോ? അപ്പോൾ യെസ് ആൻഡ് നോ, യെസ് ഓർ നോ ആണ് നോക്കുന്നത്. യെസ് ആണ് വരുന്നതെങ്കിൽ നിങ്ങൾക്കൊരു ഗൈഡൻസ് ആണ്, കാരണം നിങ്ങൾ അവർ സത്യം പറഞ്ഞിട്ടും അവിശ്വസിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഗൈഡൻസ് ആണ് വരിക? നോ ആണെങ്കിൽ അവരെന്തുകൊണ്ടാണ് നിങ്ങളോട് നുണ പറയുന്നത് കേട്ടോ. അത്രയും കാര്യങ്ങളാണ് നോക്കുന്നത്. അപ്പോൾ ആദ്യത്തെ കാർഡിലേക്ക് നമുക്ക് പോവാം അല്ലേ. ഓക്കെ, ഒന്നാമത്തെ കാർഡ് ഇതാണ്. നിങ്ങളുടെ പേഴ്സണിൻ്റെ ഇപ്പോഴത്തെ എനർജിയാണിത്. നമുക്ക് ഓറക്കിൾ മെസ്സേജ് ആദ്യം നോക്കാം. ഭഗവാനെ ശിവായ നമഃ ശിവായ. കോടതികളാണെങ്കിലും പ്രൂഫ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരാളെ അവരെ ശിക്ഷിക്കുകയുള്ളൂ. അപ്പം നമ്മളും അതുപോലെ ആയിരിക്കണം. ജനറൽ റീഡിംഗ് കണ്ടിട്ട് ശിക്ഷിക്കാൻ ഇടവരരുത്. എല്ലാം 100% റെസൊനേറ്റ് ചെയ്യുന്നെങ്കിൽ മാത്രമേ നിങ്ങൾ അത് കാര്യമായിട്ട് എടുക്കാവൂ, അല്ലെങ്കിൽ അത് കാര്യമായിട്ട് എടുക്കുക ചെയ്യരുത് കേട്ടോ. സിറ്റുവേഷൻ അനുസരിച്ചിട്ടുള്ള ഒരു റീഡിംഗ് തരണേ ഭഗവാൻ, ഒരു ഓറക്കിൾ മെസ്സേജ് തരണേ ഭഗവാൻ. ഇവരുടെ സിറ്റുവേഷൻ അനുസരിച്ചിട്ടുള്ള ഒരു ഓറക്കിൾ മെസ്സേജ് തരണേ ഭഗവാൻ. ഒരു കാർഡാണ് വന്നത്, ഡിസ്ട്രോയർ, മേജർ ചേഞ്ച്. അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു ചേഞ്ച് വരാൻ പോകുന്നുണ്ട്, വലിയൊരു വ്യത്യാസം. എന്തോ ഒരു കാര്യം തകർന്നടിഞ്ഞു പോകും. കാരണം ഡിസ്ട്രോയർ, എന്തോ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ തകർക്കപ്പെടും. എന്നിട്ട് അതുകൊണ്ടുള്ള ഒരു ചേഞ്ചാണ് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നത്. ഇത് വളരെ മേജർ ആയിട്ടുള്ള ഒരു ചേഞ്ച് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സണിൻ്റെ ഇപ്പോഴത്തെ ഓവറോൾ എനർജി എന്താണ്? 6 of Wands ആണ്. 6 of Wands എന്ന് പറഞ്ഞാൽ കുറേ നാൾ കാത്തിരുന്നിട്ട് കൈവരുന്ന ഒരു സൗഭാഗ്യം, ഒരു വിജയം. അപ്പോൾ അത് ആഘോഷിക്കുകയാണ് നിങ്ങളുടെ പേഴ്സൺ കേട്ടോ. നിങ്ങളുടെ പേഴ്സണിൻ്റെ കൂടെ നിങ്ങളുടെ പേഴ്സണിൻ്റെ കൂട്ടുകാരുണ്ടാവും, വീട്ടുകാരുണ്ടാവും, പറയാൻ വയ്യ ആരൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ ഇത് ചിലപ്പോൾ ഒരു ജോലിയിലുള്ള പ്രൊമോഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഈ പേഴ്സൺ വളരെയധികം ആഗ്രഹിച്ച ഒരു കാര്യം അവസാനം ഈ പേഴ്സൺ നേടിയെടുത്തു. അപ്പോൾ അതാണ്. ചിലപ്പോൾ അതിൽ നീരസമുള്ള ആളുകളും ഉണ്ടാവാം, ഇഷ്ടമില്ലായ്മ, പേഴ്സൺ നേടിയെടുത്തതിൽ ഇഷ്ടമില്ലാത്ത കുറേ പേരും ഉണ്ടാവാം. ഇവിടെ ഏരീസ്, ലിയോ, സജിറ്റേറിയസ് ആണ്. ഇവിടെ ഫാദർ ഓഫ് കപ്സ് ഉണ്ട്, ക്യാൻസർ, പൈസസ്, സ്കോർപ്പിയോ ആണ്. ഇവിടെയും ക്യാൻസർ, പൈസസ്, സ്കോർപ്പിയോ. ഇത് ഒരു അബാൻഡൻ ചെയ്ത 8 of കപ്സ് ആണ്. ഇമോഷണലി അബാൻഡൻ ചെയ്ത ഒരു സിറ്റുവേഷൻ, പറയാതെ ഇറങ്ങിപ്പോയി ഈ പേഴ്സൺ. അപ്പോൾ ഈ പേഴ്സൺ വളരെ ദുഃഖത്തിലായിരുന്നിരിക്കാം, അല്ലെങ്കിൽ ഇതൊരു ശരിക്കും വളരെ പ്രൊട്ടക്റ്റീവും കെയറിങ്ങുമായ ഒരു എനർജിയാണ്, വളരെ ഇമോഷണലാണ്. പക്ഷേ ഇമോഷൻസ് ഒന്നും പുറത്ത് കാണിക്കാത്ത ഒരു എനർജിയാണ്. അപ്പോൾ ഉള്ളിൽ എന്താ, മനസ്സിൻ്റെ ഉള്ളിൽ എന്താ നടക്കുന്നതെന്ന് ആർക്കും മനസ്സിലാവില്ല. നല്ലോണം വെള്ളം അടിക്കുന്ന ഒരാളാണ്, പക്ഷെ ഒരാൾക്കും ആ പേഴ്സൺ വെള്ളം അടിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാവില്ല. അപ്പോൾ ചിലപ്പോൾ ഈ പേഴ്സൺ ഈ വെള്ളമടി കംപ്ലീറ്റ് ആയിട്ട് നിർത്തിക്കളഞ്ഞിട്ടുണ്ടാവാം, മനസ്സിലായോ? അല്ലെങ്കിൽ ഒരാളെ ഈ പേഴ്സൺ ഭയങ്കരമായിട്ട് സ്നേഹിച്ചു, ആ പേഴ്സണെ കംപ്ലീറ്റ് ആയിട്ട് വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടാവും. കുറേ നാൾ ഇത് വേണ്ട 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 എന്ന് മനസ്സിൽ കൊണ്ടു നടന്നൊരു ഡിസിഷൻ എടുക്കാൻ പറ്റിയില്ലായിരുന്നു. ഇപ്പോൾ ഒരു വിജയം കൈവരിച്ചു. അത് ഈ പേഴ്സൺ ഒരു പോസിറ്റീവ് കാര്യമായിട്ടാണ് കാണുന്നത്. ഈ പേഴ്സണും ഈ പേഴ്സണിൻ്റെ ഫാമിലിയിലുള്ളവരും എല്ലാവരും കേട്ടോ, അത് ഫ്രണ്ട്സും എല്ലാം. അപ്പോൾ ഇവിടെ ഈ പേഴ്സൺ എന്തോ ഒരു കാര്യം കൈവരിച്ചിട്ടുണ്ട്.
കുറേ നാൾ കൊണ്ട് ട്രൈ ചെയ്തിരുന്ന ഒരു ഡിറ്റാച്ച്മെൻ്റ് ആയിരിക്കാം, ഒരു അകൽച്ച ആയിരിക്കാം ഇവിടെ. അല്ലെങ്കിൽ ഒരു വെള്ളമടി, വർഷങ്ങളായിട്ട് ഇത് നിർത്തണം എന്ന് വിചാരിച്ച് നടക്കാതിരുന്ന ഒരു കാര്യം പേഴ്സൺ അച്ചീവ് ചെയ്തു. ചിലപ്പോൾ ഒരു റീഹാബിലിറ്റേഷൻ സെൻറ്ററിലൊക്കെ പോയിട്ട് ഈ ഒരു സിറ്റുവേഷനിലേക്കായിരിക്കും ഇപ്പോൾ വന്നേക്കുന്നത് വെച്ചാൽ കംപ്ലീറ്റ് ആയിട്ട് വെള്ളമടിയൊക്കെ നിർത്തി നീതായി, എന്താ സെയിൻ ആയി എന്ന് പറയില്ലേ, SANE. ഓക്കെ, അതാണ് ഈ പേഴ്സൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ. എന്താണ് ഈ പേഴ്സൺ അത് ആഘോഷിക്കുകയാണ്. വെള്ളം അടിച്ചാണോ ആഘോഷിക്കുന്നത് അറിയില്ല. എന്തായാലും ആരുടെയൊക്കെ കൂടെ ഇത് ഭയങ്കരമായിട്ട് ആഘോഷിക്കുന്നുണ്ട് ഈ പേഴ്സൺ. ഈ പേഴ്സൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്ന് നോക്കാം. നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? ഇത് 4 കാർഡാണ് വന്നിരിക്കുന്നത്. ഒരു ടവർ മൂമെൻ്റ് ഉണ്ടായിട്ടുണ്ട്, ഒരു ഡിസ്ട്രക്ഷൻ. ടവർ എന്ന് പറഞ്ഞാൽ ഡിസ്ട്രക്ഷൻ ആണ്, ഇടിച്ച് നിരത്തൽ, അല്ലെങ്കിൽ ഒരു സാധനം നശിപ്പിച്ച് കളയുക. പണ്ടൊക്കെ അമ്മൂമ്മമാർ പറയുന്ന കേട്ടിട്ടുണ്ട്, ഇടിമിന്നൽ ഉണ്ടാവുന്നത് സർപ്പങ്ങളെ, പുറ്റിലൊളിച്ചിരിക്കുന്ന സർപ്പങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ടാണ്. അതെനിക്ക് അറിഞ്ഞൂടാ, അത്ര ഇതാണ് പറഞ്ഞ് കേട്ടിട്ടുള്ളതാണ്. പക്ഷെ ഞാൻ വിചാരിക്കും പാവം ദൈവങ്ങൾ തന്നെയല്ലേ സർപ്പങ്ങൾ ഉണ്ടാക്കിയത്, പിന്നെ നിങ്ങളെ കൊല്ലുന്നത് എന്തിനാണ് എന്ന് വിചാരിക്കും. എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ അപ്പോൾ ഒരു വലിയൊരു ഡിസ്ട്രാക്ഷൻ ഉണ്ടായിട്ടുണ്ട് ഈ പേഴ്സൻ്റെ ലൈഫിൽ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര റെസ്റ്റ്ലെസ് ആണ് ഈ പേഴ്സൺ. ഈ പേഴ്സൺ ഈ ഒരു ചേഞ്ചിന് ഇപ്പോൾ ഈ വെള്ളോടി നിർത്തിയ, പക്ഷേ ഇത് ഈ പേഴ്സൺ ഇപ്പം വെള്ളോടിയൊക്കെ നിർത്തി അത് ആഘോഷിക്കുന്നുണ്ടെങ്കിലും ആ ഒരു ചേഞ്ചിൽ നിന്ന്, ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് ചേഞ്ച് ചെയ്യാൻ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നില്ല. ഇപ്പോഴും പഴയ ലൈഫ് തന്നെയാണ് ഈ പേഴ്സണ് ഇഷ്ടം കേട്ടോ. ഇവിടെ ഒരു തേർഡ് പാർട്ടി കാണിക്കുന്നുണ്ട്, ക്വീൻ ഓഫ് വാൻസ്. അപ്പോൾ ഈ ക്വീൻ ഓഫ് വാൻസ് ആണോ ഈ പേഴ്സൻ്റെ സങ്കടത്തിനെല്ലാം കാരണം? ഇത് നിങ്ങളല്ല, ഇത് തേർഡ് പാർട്ടിയാണ്. അപ്പോൾ ഈ തേർഡ് പാർട്ടിയാണ് നിങ്ങളുടെ പേഴ്സൻ്റെ സങ്കടത്തിനും, തേർഡ് പാർട്ടി കാരണമാണ് ഈ ദുരിതം മുഴുവൻ ഈ പേഴ്സൺ ഉണ്ടായത്. പേഴ്സൺ വെള്ളമടിക്കാൻ തുടങ്ങിയതും, പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങിയതും, ജീവിതം നിരാശയിലേക്ക് പോയതും എല്ലാം ഈ തേർഡ് പേഴ്സൺ കാരണമാണെന്നാണ് പറയുന്നത്. ഇവിടെ സ്കോർപിയോ ഉണ്ട്. ഓക്കെ, ടവർ എന്തുകൊണ്ടാണ് ഇവിടെ? ഡെവൽ, ഒബ്സെഷൻ ആണ്, തേർഡ് പാർട്ടിയോടുള്ള ഒബ്സെഷൻ. അപ്പോൾ വിവാഹം പോലും വേണ്ടാന്ന് വെച്ച ഒരാൾ എന്ന് വെച്ചാൽ വിവാഹ ജീവിതം പോലും ഉപേക്ഷിച്ചിട്ട് തേർഡ് പാർട്ടിയുടെ പുറകെ പോയ ഒരു എനർജിയാണ് നിങ്ങളുടെ പേഴ്സൺ. അപ്പോൾ അതിൽ റിഗ്രറ്റ് ചെയ്യുന്നില്ല, അതിൽ റെസ്റ്റ്ലെസ് ആണ്. അപ്പോൾ അങ്ങനെ നിരാശയിൽ നിന്ന് വെള്ളമടി തുടങ്ങിയിട്ട് ഇപ്പോഴത്തെ എനർജി എന്ന് പറഞ്ഞാൽ അതിൽ നിന്നെല്ലാം ഡിറ്റാച്ച് ചെയ്യുന്നതായിട്ട് ഒരു അഭിനയമാണോ അറിയില്ല. എന്തായാലും ആഘോഷിക്കുകയാണ് തേർഡ് പാർട്ടിയെ ഉപേക്ഷിച്ചതെല്ലാം. പൈസ ഇഷ്ടം പോലെ നഷ്ടമായി. ഒരു കാര്യത്തിൽ തീരുമാനം ഇപ്പോഴും ഈ പേഴ്സണൽ ലൈഫിനെ ഡെവലാണ് കൺട്രോൾ ചെയ്യുന്നത്, ചെകുത്താനാണ് കൺട്രോൾ ചെയ്യുന്നത്. എല്ലാം നെഗറ്റീവാണ് കൺട്രോൾ ചെയ്യുന്നത് ഈ പേഴ്സണെ. ഒബ്സെഷൻ, ചെകുത്താൻ എന്ന് പറഞ്ഞാൽ ടെംപ്റ്റേഷനാണ് അല്ലേ? നമ്മളെ എന്താ പറയുക, വഴി തെറ്റിച്ച് വിടുക, നമ്മളെ ടെംപ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അറിയില്ലേ, എന്താ പറയുക, സെഡ്യൂസ് ചെയ്യുക എന്നൊക്കെ പറയും. ടെംപ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മളെ പ്രലോഭിപ്പിക്കുക. യെസ്, അതാണ് വേർഡ്. അപ്പോൾ ഈ ഡെവൽ എനർജിയാണ് ഈ പേഴ്സൺ, നിങ്ങളുടെ പേഴ്സണെ പ്രലോഭിപ്പിക്കുന്നത്. തേർഡ് പാർട്ടി ഒരു ഡെവൽ എനർജിയാണ്, അവരാണ് നിങ്ങളുടെ പേഴ്സണെ പ്രലോഭിപ്പിക്കുന്നത്. അപ്പോൾ പ്രലോഭിപ്പിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ ആവശ്യമില്ലാത്ത വാഗ്ദാനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടാവാം, മനസ്സിലായോ? അതുപോലെ തന്നെ അവരുടെ പുറംപോച്ചിലാണ് മയങ്ങിയിരിക്കുന്നത്, അവരുടെ ഭംഗിയിൽ. അപ്പോൾ പുറമേ കാണുമ്പോൾ ഇവർ ഭയങ്കര സോഫ്റ്റായിട്ട് സംസാരിക്കുന്ന, സ്ത്രീയോ പുരുഷനോ, നന്നായിട്ട് ഡ്രസ്സിങ്, ചിലപ്പോൾ കയ്യിലൊന്നും ഉണ്ടാവില്ലായിരിക്കും. വരവിനേക്കാളിലും കൂടുതൽ ചിലവ് ചെയ്യുന്ന ഒരു എനർജിയാണ്. ഭയങ്കരമായിട്ട് സംസാരിക്കുന്ന, വാചാലമായിട്ട് സംസാരിക്കാൻ അറിയുന്ന ഒരു എനർജിയാണ്. എല്ലാവരും അട്രാക്റ്റഡ് ആവുന്ന ഒരു എനർജിയാണ്. പക്ഷേ അവരോട് അടുത്ത് കഴിയുമ്പോഴാണ് അവർ ശരിക്കും പറഞ്ഞാൽ ഒരു ഡെവലാണെന്ന് ആൾക്കാർക്ക് മനസ്സിലായി. നിങ്ങളുടെ പേഴ്സൺ അത് മനസ്സിലായിട്ടില്ല. പേഴ്സൺ ഇപ്പോഴും ഈ തേർഡ് പാർട്ടിയോട് അറ്റാച്ച്ഡ് ആണ്. തേർഡ് പാർട്ടി ശരിക്കും നിങ്ങളുടെ പേഴ്സണെ ഫൂളാക്കുന്നുണ്ട്. തേർഡ് പാർട്ടിയുടെ കംപ്ലീറ്റ് കൺട്രോളിലാണ് ഇപ്പോഴും ഈ പേഴ്സൺ. പക്ഷേ ഈ പേഴ്സൺ പുറത്ത് പറയുന്നത് എൻ്റെ സ്വഭാവം എല്ലാം മാറി, ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ആ സിറ്റുവേഷനിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആയി എന്നാണ് പറയുന്നത്. അതാണ് ആ പേഴ്സൻ്റെ അഭിനയം, മനസ്സിലായോ? അപ്പോൾ തേർഡ് പാർട്ടിയിൽ നിന്ന് വിട്ടു പോയത് ആഘോഷിക്കുകയാണ്,
നിങ്ങളുടെ പേഴ്സൺ അവരുടെ ഫ്രണ്ട്സുമായിട്ട്, ചിലപ്പോൾ നിങ്ങളും ഉണ്ടാവാം, തേർഡ് പാർട്ടിയുടെ ഒരു കണക്ഷനും ഇല്ല, ഫ്രണ്ട്സ് എല്ലാം വിളിച്ച് പറയുന്നുണ്ട് തേർഡ് പാർട്ടിയായിട്ട്. നിങ്ങൾ ആരോടെങ്കിലുമൊക്കെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവരൊക്കെ പറയും തേർഡ് പാർട്ടിയുടെ ഒരു കണക്ഷനില്ല, അവർ തമ്മിൽ മിണ്ടാറ് പോലുമില്ല, അറിയുപോലുമില്ല തേർഡ് പാർട്ടി എവിടെയാണെന്നൊക്കെയാണ് നിങ്ങളോട് പറയുന്നത്. പക്ഷേ ആക്ച്വലി ഇപ്പോഴും നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയുടെ കൺട്രോളിലാണ്. ഈ പേഴ്സൻ്റെ മാക്സിമം പൈസയും എല്ലാം മനസ്സമാധാനവും എല്ലാം തേർഡ് പാർട്ടിയാണ് നിങ്ങളുടെ പേഴ്സണെ ഒരു വല്ലാത്തൊരു വെള്ളവടിയിലേക്ക് മീൻസ് കൊണ്ടുപോയത് തേർഡ് പാർട്ടിയാണ് അവരുടെ കൺട്രോളിൽ നിർത്താൻ വേണ്ടിയിട്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയുന്നത് സത്യമാണോ നുണയാണോ? പക്ഷെ ഇവിടെ കാണിക്കുന്നത് ഈ ഒരു സിറ്റുവേഷനാണ് കാണിക്കുന്നത്. എന്നാലും നമുക്ക് ചോദിക്കാം, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട്, ഇത് വളരെ ക്ലിയർ ആയൊരു റീഡിംഗ് ആണ്, എന്നാലും നമുക്ക് ചോദിക്കാം, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് സത്യമാണോ നുണയാണോ? തേർഡ് പാർട്ടിയെ ഉപേക്ഷിച്ചു എന്ന് പറയുന്ന കാര്യം സത്യമാണോ നുണയാണോ എന്ന് നോക്കാം. സത്യമാണെന്നാ പറഞ്ഞ. അപ്പോൾ പിന്നെ തേർഡ് പാർട്ടിയെ ഉപേക്ഷിച്ച് നിങ്ങളുടെ പേഴ്സൺ പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇവിടെ എന്താണ് കാണിക്കുന്നത്? തേർഡ് പാർട്ടിയുടെ കൺട്രോളിലാണ് നിങ്ങളുടെ പേഴ്സൺ എന്നാണ് ഇപ്പോൾ സിറ്റുവേഷൻ കാണിക്കുന്നത്. നമുക്കിതൊന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. ഇവിടെ ഹാപ്പിനെസ് ഉണ്ട്. തേർഡ് പാർട്ടിയോട് ഈ പേഴ്സൺ പറയുന്നതിൽ, നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയെ ഉപേക്ഷിച്ചു എന്ന് പറയുന്നതിൽ പേഴ്സണ് സന്തോഷമുണ്ട്. യെസ് എന്നാണ് പറഞ്ഞത്. തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സൺ സത്യമാണ് പറയുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഭയങ്കര ഹാപ്പിയാണ്. പക്ഷേ ഇവിടെ പിന്നെ ഈ തേർഡ് പാർട്ടി വരുന്നുണ്ട്. മദർ ഓഫ് വാൻസ് തേർഡ് പാർട്ടി, ക്വീൻ ഓഫ് കപ്സ് തന്നെയാണ്, ക്വീൻ ഓഫ് വാൻസ് തന്നെയാണ് ഈ തേർഡ് പാർട്ടി പിന്നെയും വരുന്നത്. അപ്പോൾ പക്ഷേ ഇവരുമായിട്ട് നിങ്ങളുടെ പേഴ്സൺ ഹാപ്പി ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ അവരെ ഉപേക്ഷിച്ചു എന്ന് പറയുന്നത് സത്യമാണ്. പക്ഷേ അവരായിട്ട് കണക്ഷൻ ഇല്ല. നിങ്ങളുടെ പേഴ്സൺ അവരായിട്ടുള്ള കംപ്ലീറ്റ് കണക്ഷൻ വിട്ട് കളഞ്ഞിട്ടുണ്ട്. പക്ഷേ അവർ തമ്മിലുള്ള ആ ബോണ്ട്, ആ വേദന ഇപ്പോഴും നിങ്ങളുടെ പേഴ്സണിൻ്റെ മനസ്സിലുണ്ട്. ആ ഒരു ഇപ്പോഴും ഭയങ്കര സങ്കടമുണ്ട് നിങ്ങളുടെ പേഴ്സണ്. അത് പുറത്ത് കാണിക്കുന്നില്ല. പുറത്ത് കാണിക്കുന്നത് മുഴുവൻ ഭയങ്കര സ്ട്രോങ് ആണ്, തേർഡ് പാർട്ടി ഇല്ലെങ്കിൽ എനിക്ക് പ്രശ്നമില്ല, അവർ പൊക്കോട്ടെ എന്നൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ പറയുന്നത്. പക്ഷേ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഉപേക്ഷിച്ചു തേർഡ് പാർട്ടി എന്ന് പറയുന്നത് സത്യമാണ് കേട്ടോ. ഇപ്പോൾ തേർഡ് പാർട്ടിയായിട്ട് കണക്ഷൻ ഇല്ല. പക്ഷേ ഈ ഒരു വേദന നിങ്ങളുടെ പേഴ്സണിൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. അവരോടുള്ള സ്നേഹം, അവരുടെ കൂടെ ഉണ്ടായ സന്തോഷമൊന്നും നിങ്ങളുടെ പേഴ്സൺ മറന്നിട്ടില്ല. പക്ഷേ കമ്മ്യൂണിക്കേഷൻ ഇല്ല ഇപ്പോൾ തേർഡ് പാർട്ടിയായിട്ട്. അത് സത്യമാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ പറയുന്നത് സത്യമാണ്. അപ്പോൾ നിങ്ങൾക്കുള്ള ഗൈഡൻസ്, അപ്പോൾ നിങ്ങൾക്ക് പക്ഷേ തേർഡ് പാർട്ടിയെ നിങ്ങളുടെ പേഴ്സൺ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കത് ഫീൽ ചെയ്യുന്നില്ല. കാരണം നിങ്ങൾ നോക്കുമ്പോൾ ചിലപ്പോൾ ഈ പേഴ്സൺ ഇരുന്ന് ആലോചിച്ചിരിക്കുന്നതും സങ്കടപ്പെടുന്നതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ നിങ്ങളോട് പഴയ പോലെയുള്ള അറ്റാച്ച്മെൻറ്റ് കാണിക്കുന്നില്ല ഈ പേഴ്സൺ. അതുകൊണ്ടായിരിക്കാം നിങ്ങൾക്ക് ഈ പേഴ്സൺ ഇപ്പോഴും തേർഡ് പാർട്ടിയോട് കണക്ഷൻ ഉണ്ട് എന്നൊരു തോന്നൽ. അത് നിങ്ങൾക്ക് അതിനുള്ള ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. അപ്പോൾ നിങ്ങളിപ്പോഴും നിങ്ങളുടെ പേഴ്സൺ ഈ തേർഡ് പാർട്ടിയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യം, കണക്ഷൻ ഇല്ല എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല പേഴ്സൻ്റെ വാക്കുകളെ. നമുക്ക് നോക്കാം. തേർഡ് പാർട്ടിയായിട്ട് റീകൺസിലിയേഷന് നിങ്ങളുടെ പേഴ്സൺ പോവില്ല. കാരണം നിങ്ങളുടെ പേഴ്സണ് മനസ്സിലായി തേർഡ് പാർട്ടി മറ്റുള്ളവരുടെ പൈസ കൊണ്ട് ജീവിക്കുന്ന ഒരു എനർജിയാണെന്ന്. മനസ്സിലായോ? പക്ഷേ എന്നാലും നമ്മൾ ചില സമയത്ത് നമ്മൾ ഒരാളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അയാൾ നമ്മളോട് എന്തൊക്കെ ദ്രോഹം ചെയ്താലും ചിലവർ പറയില്ലേ, നമ്മൾ ഫൊർഗെറ്റ് ആൻഡ് ഫൊർഗീവ് എന്ന് പറയും. ചിലർ ആ ആളെ ഉപേക്ഷിക്കും. നമ്മളോട് പറയും ഫൊർഗെറ്റ് ആൻഡ് ഡോണ്ട് ഫൊർഗെറ്റ് ബട്ട് ഫൊർഗീവ് എന്ന് പറയും. നമ്മൾ അവർ ചെയ്ത തെറ്റുകൾ നമ്മൾ മറക്കരുത്, പക്ഷെ അവരോട് ക്ഷമിക്കുക എന്ന് പറയും. അത് നമ്മൾക്കൊരു പാഠമാണ്. അതുകൊണ്ടാണ് നമ്മൾ ആ തെറ്റുകൾ മറക്കരുത് എന്ന് പറയുന്നത്. പിന്നെ നമ്മളുടെ ജീവിതത്തിൽ അത് വരാൻ പാടില്ല. നിങ്ങളുടെ പേഴ്സൺ അതുപോലെയാണ്. ഒരിക്കലും ആ പേഴ്സൺ കടന്നു പോയ ആ സിറ്റുവേഷൻ, അത്രയും പെയിൻഫുൾ ആയ സിറ്റുവേഷൻ, അത്രയും അറ്റാച്ച്ഡ് ആയിരുന്നു തേർഡ് പാർട്ടിയോട്, ഒരിക്കലും അവർ ചതിക്കുമെന്ന് വിചാരിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ആ ഒരു വേദന, അത് തിരിച്ചറിവ് നിങ്ങളുടെ പേഴ്സണ് വന്നിട്ടുണ്ട്. ഇനി ഒരിക്കലും റീകൺസിലിയേഷന് പോവില്ല. ഇനി അവരിൽ നിന്ന് എത്രയും ദൂരെ മാറി നിൽക്കാം, അങ്ങനെയാണ് നിങ്ങളുടെ പേഴ്സൺ നോക്കാമെന്ന്. കാരണം അത്രയും വേദനയാണ് നിങ്ങളുടെ പേഴ്സൺ അനുഭവിച്ചത്. മനസ്സിലായോ? തേർഡ് പാർട്ടിക്ക് അതിൽ കുറ്റബോധമില്ല. നിങ്ങളുടെ പേഴ്സണെ വേദനിപ്പിച്ചതിൽ തേർഡ് പാർട്ടിക്ക് കുറ്റബോധമില്ല. അപ്പോൾ ചോദിക്കും, നിങ്ങളെ വേദനിപ്പിച്ചതിൽ നിങ്ങളുടെ പേഴ്സണ് കുറ്റബോധമുണ്ടോ എന്ന്. ആ റീഡിങ് നമ്മളിപ്പോൾ ഇന്നിവിടെ എടുക്കുന്നില്ല കേട്ടോ. അത് പിന്നെ ഒരു ദിവസം നമുക്ക് നോക്കാം. നിങ്ങളെ ചീറ്റ് ചെയ്തതിൽ നിങ്ങൾ പേഴ്സണ് കുറ്റബോധമുണ്ടോ എന്നുള്ളത് നമുക്ക് പിന്നെ ഒരു ദിവസം നോക്കാം. ഇതിപ്പോൾ നമ്മൾ തേർഡ് പാർട്ടിയുടെ കാര്യമാണ് നോക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ പറയുന്നത് സത്യമാണ്. ഇനി ഒരിക്കലും നിങ്ങളുടെ പേഴ്സൺ ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആണ്, ഭയങ്കര ദേഷ്യമാണ് തേർഡ് പാർട്ടിയോട്. അപ്പോൾ ഇവിടെ അവർ തമ്മിൽ
അവർ തമ്മിൽ അവരിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങൾ, അവരെന്താണ് ശരിക്കും ചെയ്തിരുന്നതെന്ന് മനസ്സിലാക്കിയ കാര്യങ്ങൾ ഭയങ്കരമായ ഒരു ഭാരമായിട്ട് നിങ്ങളുടെ പേഴ്സണിൻ്റെ മനസ്സിലുണ്ട്. ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആണ്. അവർ ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ് നിങ്ങളുടെ പേഴ്സൺ. കാരണം തേർഡ് പാർട്ടിയുടെ ആദ്യത്തെ പെരുമാറ്റത്തിൽ നിന്നൊന്നും ഈ പേഴ്സൺ അവരുടെ ശരിക്കുള്ള സ്വഭാവം മനസ്സിലായില്ല. അവർ നല്ലൊരു ആക്ട്രസ് ആണ് അല്ലെങ്കിൽ ആക്ടറാണ് എന്ന് അതിപ്പോഴാണ് മനസ്സിലായത്. ഭയങ്കര അഭിനയമായിരുന്നു, അവർ പറഞ്ഞതെല്ലാം പൊള്ളയായ വാക്കുകളായിരുന്നു എന്ന് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അവരുടെ ഇടയിലത്ത് പോകില്ല നിങ്ങളുടെ പേഴ്സൺ. പക്ഷേ അവരെ മറക്കില്ല. കാരണം അത്രയും വേദന അവർ നിങ്ങളുടെ പേഴ്സണ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പേഴ്സൺ പറയുന്ന കാര്യം നിങ്ങൾക്ക് ആക്സെപ്റ്റ് ചെയ്യാം. സത്യമാണ് പറയുന്നത് ഈ പേഴ്സൺ, കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്കുള്ള ഗൈഡൻസ് ആണ്. യൂണിവേഴ്സ് പറയുന്നത് ഇനി ഒരിക്കലും അവരുമായിട്ട് റീകൺസിലിയേഷൻ ഉണ്ടാവില്ല. അവരുടെ അടുത്തേക്ക് പോലുമില്ല നിങ്ങളുടെ പേഴ്സൺ. കാരണം അവരുടെ ശരിക്കുള്ള സ്വഭാവം നിങ്ങളുടെ പേഴ്സണ് മനസ്സിലായിട്ടുണ്ട്. ഇതാണ് ആദ്യത്തെ റീഡിങ്. അപ്പോൾ ഞാൻ സോഡിയാക് സൈൻസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞുതരാം. ഇവിടെ വെർഗോ, അക്വാരിയസ്, കാപ്രിക്കോൺ ഉണ്ട്, അക്വാരിയസ് സ്ട്രോങ് ആണ്, ലിയോ ഉണ്ട്, ഏറീസ് ഉണ്ട്, ഒരു വണ്ടി പോയതാണ് എന്താണെന്നറിയില്ല, സ്കോർപ്പിയോ, പിന്നെ സ്കോർപ്പിയോ, പിന്നെ ഇത്രയുമാണ് സോഡിയാക് സൈൻസ് ഇവിടെ. അതുകൊണ്ടാണ് ഒരു മേജർ ചേഞ്ച് വരുന്നുണ്ടെന്ന് പറഞ്ഞത് നിങ്ങളുടെ ജീവിതത്തിൽ, കേട്ടോ. ഓക്കെ, അപ്പോൾ അതാണ് ആദ്യത്തെ റീഡിങ്. ഇനി നമ്മൾ രണ്ടാമത്തെ റീഡിങ്ങിലേക്കാണ് പോകുന്നത്. സോറി കേട്ടോ ഡിസ്റ്റർബൻസ്. ഇത്രയും ഒച്ച ഉണ്ടാക്കി പോകേണ്ട കാര്യം എന്തിനാണ്? സൈലൻസർ വെക്കേണ്ടതാണ്. ഡിസ്റ്റർബൻസ് പാടില്ല എന്നാണ് പറയുന്നത്. എന്താണോ? രണ്ടാമത്തെ റീഡിങ്ങിലേക്കാണ് പോകുന്നത്. രണ്ടാമത്തെ റീഡിങ്ങിൽ ഓറക്കിൾ മെസ്സേജ് എന്താണെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾക്കുള്ള ഓറക്കിൾ മെസ്സേജ് എന്താണ്? ഈ സിറ്റുവേഷൻ അനുസരിച്ചിട്ടുള്ള ഓറക്കിൾ മെസ്സേജ് തരണേ ഭഗവാനെ. ഭഗവാനെ നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഉപേക്ഷിച്ചു എന്ന് പറയുന്നത് സത്യമാണോ നുണയാണോ? ഇതാണ് നമ്മൾ നോക്കുന്നത്. എൻ്റെ അടുത്ത് ഇത് നോക്കാൻ ആൾക്കാർ വരാറുണ്ട് കേട്ടോ. അപ്പോൾ പക്ഷേ ചില സമയത്ത് എന്താ പറ്റും, നമ്മളത് കറക്റ്റായിട്ട് അവരായിട്ട് കമ്മ്യൂണിക്കേഷൻ ഇല്ല, അത് നിർത്തുന്നു എന്ന് പറഞ്ഞാലും പിന്നെയും അവർ വന്ന് ചോദിക്കും, മാഡം ഇപ്പോൾ പറയുന്നുണ്ട്, കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെയും നോക്കണമെന്ന് പറയുന്നു. അപ്പോൾ വിശ്വാസമില്ല. മനസ്സിലായോ? നമ്മൾ അവർക്കൊരു ചാൻസ് കൊടുക്കുക. ഭർത്താക്കന്മാരാണെങ്കിൽ അവർക്ക്, ഭാര്യമാരാണെങ്കിൽ അവർക്ക്. നമ്മൾക്ക് അവരെ വേണമെങ്കിൽ മാത്രം, ഇല്ലെങ്കിൽ അത് നിങ്ങളുടെ ഇഷ്ടമാണ്. റിലേഷൻഷിപ്പ് വേണ്ടാന്ന് വെക്കാൻ നിങ്ങളുടെ ഇഷ്ടം. ഭഗവാനെ ശിവായ, ഭഗവാനെ അത് ഞാൻ എടുക്കുകയാണ് കേട്ടോ ഈ കാർഡ്സ്. ചിലപ്പോൾ അത് നിമിത്തമാണെങ്കിലും. ഓക്കെ, ലോങ് ജേർണി, നിങ്ങളുടെ മുമ്പിലൊരു വലിയൊരു യാത്ര കിടക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ ബീയിങ് പൊളൈറ്റ്, നിങ്ങൾ മറ്റുള്ളവരോട് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ പൊളൈറ്റ് ആയിരിക്കണം. ആരെയും വേദനിപ്പിക്കാനോ കളിയാക്കാനോ ഒന്നും നോക്കരുതെന്നാണ് പറയുന്നത്. മഹാശിവരാത്രി, നിങ്ങൾ മഹാശിവരാത്രിയോടനുബന്ധിച്ച് ആ ഒരു സമയത്തോടടുത്ത് നിങ്ങൾക്ക് വളരെ സ്നേഹം ഉള്ളതും വളരെ എന്താ പറയുക മനപ്പൊരുത്തമുള്ളതുമായ ഒരു സോൾമേറ്റ് കണക്ഷൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും. അത് ഈ പേഴ്സൺ തന്നെ മനസ്സ് മാറാനും മതി, കേട്ടോ. ഓക്കെ, ഭസ്മാസുർ, മിസ്യൂസ് ഓഫ് പവർ, നമ്മൾക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ വേണ്ടി ഉപയോഗിക്കരുത്. അത് നമ്മൾക്ക് തന്നെ പാരയാവും എന്നാണ് പറയുന്നത്. പിന്നെ നിങ്ങൾക്കൊരു ഡിവൈൻ ഇൻ്റർവെൻഷൻ, നിങ്ങൾക്ക് ചില കാര്യങ്ങൾ നടത്തിയെടുക്കാനുണ്ടെങ്കിൽ അതിൽ ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ അത്യാവശ്യമാണെന്ന് പറയുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ ഉള്ളിലുള്ള ഈ പേടി, പിന്നെ എന്തോ വരാൻ പോകുന്നുണ്ട് അതിനെക്കുറിച്ചിട്ടുള്ള ഈ ഭീതി, ഇതെല്ലാം മാറണമെങ്കിൽ ദൈവത്തിനോട് പ്രാർത്ഥിക്കണം എന്ന് പറയുന്നുണ്ട്. പിന്നെ മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ അവരെ തിരിച്ചെന്തെങ്കിലും തരണമെന്ന് പ്രതീക്ഷിച്ച് സഹായിക്കരുത്. സെൽഫ്ലെസ് ആയിട്ട് സഹായിക്കണം. അതൊരു പ്രായശ്ചിത്തം പോലെ ആയിരിക്കും, കേട്ടോ. അപ്പോൾ നിങ്ങളുടെ പേഴ്സണിൻ്റെ ഇപ്പോഴത്തെ എനർജി എന്താണെന്ന് നോക്കാം. പേജ് ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ അപ്പോളജി ആയിരിക്കണം. അല്ലെങ്കിൽ ഒരു അപ്പോളജറ്റിക്കൽ ഒരു ഇതാണ് പേജ് ഓഫ് കപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ.
മറ്റുള്ളവർ പറയുന്നത് കേൾക്കാനുള്ള ഒരു സന്മനസ്സ്. മീൻസ് അത് എല്ലായ്പ്പോഴും ഉണ്ടാവില്ല, എല്ലാവർക്കും ഉണ്ടാവില്ല. അത് നമ്മളെല്ലാം ഒരാൾ ഒരു വാക്ക് തുടങ്ങുമ്പോഴേ അതിൽ ബാക്കി പറയാൻ തുടങ്ങും. നമുക്കറിയില്ല അയാൾ എന്താ പറയാൻ പോകുന്നത്. പക്ഷെ എന്നാലും മെജോറിറ്റി ആളുകളും അങ്ങനെയാണ്, ഉടനെ തന്നെ അത് ഗണിച്ചെടുക്കും. എന്നിട്ട് തെറ്റായിരിക്കും അത്, മനസ്സിലായി. പക്ഷെ എന്നാലും നമ്മൾക്ക് ഗണിക്കുന്ന ഒരു രീതി നമ്മളുടെ ഇടയിലുള്ളതാണ്. അപ്പോൾ ഈ പേഴ്സൺ, നിങ്ങളുടെ പേഴ്സൺ ആര് എന്ത് പറഞ്ഞാലും അത് കേൾക്കാൻ, അത് മുഴുവൻ കേൾക്കാൻ, ക്ഷമയോടെ കേൾക്കാനുള്ള ഒരു മനസ്ഥിതി ഉള്ള ആളാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അപ്പോളജൈസ് ചെയ്യാൻ, നിങ്ങളുടെ തെറ്റ് നിങ്ങൾക്ക് മനസ്സിലായി, നിങ്ങൾ അപ്പോളജൈസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിപ്പോൾ ചെയ്യാമെന്നുമുണ്ട്. ആ പേഴ്സൺ കേൾക്കാൻ, നിങ്ങളുടെ സൈഡും കൂടെ കേൾക്കാൻ റെഡിയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് എനർജി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും മറിഞ്ഞും വരാം. ഈ പേഴ്സൺ എന്തായാലും ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആണ്. പക്ഷേ പാസ്റ്റിനെ കുറിച്ച് ഓർത്ത് ചിന്തിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്നലെക്കുറിച്ച് ഓർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾ ഇന്ന് ജീവിക്കാൻ മറന്നു പോകുന്നു. നാളത്തെക്കുറിച്ച് സ്വപ്നം കാണാനും മറന്നു പോകുന്നുണ്ട് ഈ പേഴ്സൺ. ഇതൊരു കിങ് ഓഫ് വോൺസ് എന്ന് പറഞ്ഞാൽ ഒരു പ്ലെയർ എനർജി ആണിത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ആണോ? നിങ്ങളുടെ പേഴ്സൺ ഈ കിങ് ഓഫ് വോൺസിൻ്റെ ക്യാരക്ടർ എങ്ങനെയാണെന്ന് വെച്ചാൽ മിണ്ടുമ്പോൾ കരയുന്ന ഒരു എനർജിയാണ്. പക്ഷേ ഭയങ്കര ഇമോഷണൽ ആയതുകൊണ്ട് പല റിലേഷൻഷിപ്പിൽ ചെന്ന് കയറും ഈ പേഴ്സൺ. പക്ഷെ ഒരു കുറ്റബോധമില്ല, കാരണം അവരെ എല്ലാം സഹായിക്കാനാണ്. ഒരു സൗന്ദര്യാരാധകനാണ് ഈ പേഴ്സൺ. അതുപോലെ തന്നെ ആരെങ്കിലും ഈ പേഴ്സണെ ഒന്ന് പുകഴ്ത്തി കഴിഞ്ഞാൽ അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും. വീട്ടുകാർക്ക് അധികം ഗുണമില്ലാത്തൊരു എനർജിയാണിത്, പക്ഷെ നാട്ടുകാർക്ക് ഗുണമുണ്ടാക്കുന്ന ഒരു എനർജിയാണിത്, മനസ്സിലായി. വീട്ടുകാരുടെ സങ്കടങ്ങളും ദുഃഖങ്ങളും ഒന്നും മനസ്സിലാകില്ല ഈ പേഴ്സണ്. ഈ പേഴ്സൺ സ്വന്തം വീട്ടുകാരാണെങ്കിൽ പോലും അവരെ ഈ പേഴ്സണ് എതിരായിട്ട് നിന്ന് കഴിഞ്ഞാൽ അവരെ ഉപേക്ഷിക്കാനും അവരെ ഉപദ്രവിക്കാനും അവരെ വഴക്ക് പറയാനും അവരെ ഉപേക്ഷിച്ച് കളയാനും ഒക്കെ മനസ്സുള്ള ഒരു എനർജിയാണ്. വളരെ സൂക്ഷിക്കേണ്ട എനർജിയാണ്. പക ഉള്ളിൽ വെച്ച് പെരുമാറുന്ന ഒരു എനർജിയാണ്, സർപ്പമാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം. ഇത് ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, ക്യാൻസർ, പൈസസ്, സ്കോർപിയോ ആണ് കാണിക്കുന്നത്. ഈ പേഴ്സണിൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? വളരെ ശാഠ്യമുള്ള എനർജിയാണത്. സാധുവാണ്, പക്ഷെ ശുദ്ധൻ ദുഷ്ടന്റെ ഗുണം ചെയ്യുമെന്ന് പറഞ്ഞ പോലെയുള്ള ഒരു എനർജിയാണ് ഇത്. ഫെമിനിനും ആവാം, മാസ്കുലിനും ആവാം. ഓക്കെ, നമുക്ക് നോക്കാം ഈ പേഴ്സണിൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്. നിങ്ങളുടെ പേഴ്സണിൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ നല്ലോണം നുണ പറയുകയും ചെയ്യുന്ന ഒരു എനർജിയാണ്. ഒരു കുറ്റബോധമില്ലാതെ ചില ആൾക്കാർ ശ്രദ്ധിച്ചിട്ടില്ലേ, അവർ നുണയേ പറയുള്ളൂ, ഒരു കാര്യവും വേണ്ട. ഇന്ന് മഴ പെയ്യുമോ, പിന്നെ ഇന്നലെ ന്യൂസിലുണ്ടായിരുന്നു ഇന്ന് മഴ പെയ്യുന്നു, ഒരു കുന്തം ഉണ്ടാവില്ല. വെറുതെ എന്തിനാ അങ്ങനെ പറയുന്ന അറിയില്ല, മനസ്സിലായി. വെറുതെ നുണ പറയുന്നത്, കമ്പൾസീവ് ലയേഴ്സ് എന്ന് പറയാം അവരെ. നുണ പറയുന്നത് തെറ്റാണോ എന്ന് വെച്ചാൽ സന്ദർഭം അനുസരിച്ചിരിക്കും. ഒരാൾക്ക് ആ നുണ സത്യം കേട്ടിട്ട് ഭയങ്കരമായ എൻ്റെ തൊണ്ട പോയി പെട്ടെന്ന്. സത്യം കേട്ടിട്ട് ആ പേഴ്സൺ ഭയങ്കരമായിട്ട് ദുഃഖിക്കുമെന്ന് പറയുമ്പോൾ ഒന്നില്ലെങ്കിൽ നമ്മൾ ആ സത്യം പറയാതിരിക്കും, അല്ലെങ്കിൽ നമ്മൾ നുണ പറയും, മനസ്സിലായോ. അതല്ലാതെ നമ്മൾ നുണ പറയുന്നത് നമ്മളുടെ സ്വന്തം കാര്യലാഭത്തിന് നുണ പറയുക എന്ന് പറഞ്ഞാൽ, വെറുതെ ഒരു ആവശ്യമില്ല നുണ പറയുക എന്ന് പറഞ്ഞാൽ അതൊരു തെറ്റായിട്ട് എനിക്ക് തോന്നാറ്. എന്താണ് ഈ പേഴ്സണിൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ നോക്കട്ടെ. 3 കാർഡാണ് കിട്ടിയിട്ടുള്ളത്. നൈറ്റ് ഓഫ് കപ്സ്, ജസ്റ്റിസ്, പേജ് ഓഫ് കപ്സ്. ആ പേജ് ഓഫ് കപ്സ് പിന്നെയും വന്നിരിക്കുന്നതുണ്ടോ ഈ പേഴ്സൺ. ഇത് നൈറ്റ് ഓഫ് കപ്സ് ആണ്. നൈറ്റ് ഓഫ് കപ്സ് എന്ന് താഴെ വളരെ ഇമ്മച്യൂർഡായ എനർജിയാണിത്. ഇത് ഈ പേഴ്സണ് ന്യായം ലഭിക്കുന്നില്ല എന്നാണ് ഈ പേഴ്സൺ എപ്പോഴും ആലോചിക്കുക. എനിക്ക് ന്യായം ലഭിക്കുന്നില്ല, പക്ഷേ ഈ പേഴ്സൺ ആരോടും ന്യായമായിട്ട് പെരുമാറാറില്ല. ഈ പേഴ്സണിൻ്റെ സൈഡ് മാത്രമേ ഈ പേഴ്സൺ നോക്കാറുള്ളൂ. ഇപ്പോൾ മറ്റുള്ളവർ ഈ പേഴ്സണോട് നിങ്ങൾ ചെയ്ത തെറ്റാണെന്ന് പറഞ്ഞാൽ പോലും അത് ന്യായീകരിക്കും, അല്ലാതെ തെറ്റായി പോയി എന്നൊരു കുറ്റബോധം ഈ പേഴ്സൺ ഒരിക്കലും വരാറില്ല. അത് ഈ പേഴ്സണ് ഒരു വീക്ക്നെസ് ആയിട്ട് തോന്നുന്നതുകൊണ്ടാണോ, തെറ്റ് ചെയ്തു എന്നുള്ളത്, ഞാനൊരു വലിയ ആളാണ്, ഞാൻ ഒരിക്കലും തെറ്റ് ചെയ്യില്ല എന്നൊരു ബോധമുള്ളത് കൊണ്ടാണോ ഈ പേഴ്സൺ തെറ്റുകൾ ആക്സെപ്റ്റ് ചെയ്യാത്തത്, അതോ ഈ പേഴ്സൺ ഞാൻ തെറ്റ് ചെയ്യില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണോ, അറിയില്ല. രണ്ടാണെങ്കിലും മറ്റുള്ളവർക്ക് ദുരിതമാണ് അതുകൊണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നൈറ്റ് ഓഫ് കപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇമോഷണലായ, വളരെ
ക്രിയേറ്റീവായ എനർജിയാണ്. പക്ഷേ ഈ പേഴ്സൺ പെട്ടെന്ന് ബോറടിക്കും. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഈ ഹോളിഡേ റൊമാൻസ് എന്ന് പറയും, എവിടെ യാത്ര പോയാലും അവിടെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കുന്ന ഒരു എനർജിയാണ് ഈ പേഴ്സൺ, നിങ്ങളുടെ പേഴ്സൺ. മനസ്സിലായോ? അപ്പോൾ അറിവുണ്ട്, നല്ല ജ്ഞാനമുള്ള ആളാണ്. പക്ഷേ ഈ പേഴ്സൺ ഈ ഒരു ക്യാരക്ടറിൽ നിന്ന് മുമ്പോട്ട് പോകണമെന്ന് ആലോചിക്കുന്നുണ്ട്. ഈ ഉഴപ്പ് ഒന്ന് മാറ്റണം എന്ന് ആലോചിക്കുന്നുണ്ട്. കാരണം ഇവിടെ പക്ഷേ ഈ പേഴ്സൺ സ്വയം മനസ്സിലാക്കുക എന്താണെന്ന് വെച്ചാൽ എന്നോട് ആരും ന്യായം ചെയ്യുന്നില്ല. അപ്പോൾ എന്നെങ്കിലും പണ്ട് എപ്പോഴോ ആരെങ്കിലും കാരണം ഈ പേഴ്സൺ ഒന്ന് ചീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. ചിലപ്പോൾ സ്നേഹിച്ച പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ സ്നേഹിച്ച പുരുഷനെ വിവാഹം കഴിക്കാൻ പറ്റിയില്ല. അത് പക്ഷേ ജീവിതകാലം മുഴുവനും അതിൻ്റെ ഒരു പ്രാരാബ്ദം തലയിൽ വെച്ചിട്ട് അത് മറ്റുള്ളവരുടെ മുകളിലേക്ക് അതിൻ്റെ പരിണിത ഫലങ്ങൾ മറ്റുള്ളവരെ കൊണ്ട് അനുഭവിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് ശരിയുള്ള കാര്യമല്ല. പക്ഷെ അതാണ് ഈ പേഴ്സൺ ചെയ്യുന്നത്. ജീവിതകാലം മുഴുവനും ഈ പേഴ്സൺ അങ്ങനെയാണ് ചെയ്യുന്നത്. ഇപ്പോഴും അത് തന്നെയാണ് ചെയ്യുന്നത്. ഈ പേഴ്സണോട് ആരോ അന്യായം പെരുമാറി, അതുകൊണ്ട് എൻ്റെ ജീവിതത്തിലേക്ക് വരുന്ന എല്ലാവരോടും ഞാൻ അന്യായമായിട്ട് പെരുമാറും. അങ്ങനെ ചിന്തിക്കുന്നതിന് മണ്ടത്തരമാണ്. പക്ഷേ അതാണ് ഈ പേഴ്സൺ ചെയ്യുന്നത്. അപ്പോൾ ഈ പേഴ്സൺ ഈ സിറ്റുവേഷൻ, ഇതും വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറഞ്ഞാൽ ഒരു ടൈം ചേഞ്ച് ആവുക. വീലിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമല്ലോ. അപ്പോൾ ഇപ്പോൾ ഈ പേഴ്സൻ്റെ നല്ല കാലമാണ് നടക്കുന്നത്. അതുകൊണ്ട് ഈ പേഴ്സൺ ചെയ്യുന്ന കാര്യങ്ങൾക്കൊന്നും പ്രശ്നം ഉണ്ടാകുന്നില്ല. പക്ഷേ ഇതിൻ്റെ പരിണിത ഫലം പോകെ പതുക്കെ വന്നുകൊണ്ടിരിക്കും പേഴ്സണ് നെഗറ്റീവായിട്ട്. അപ്പോൾ ഇരുന്ന് കരയും. പക്ഷേ അപ്പോഴേക്കും കുറ്റബോധമായി. എന്നാലും അതിന് തെറ്റുകളെ ആക്സെപ്റ്റ് ചെയ്യാനോ അതല്ലെങ്കിൽ ആ തെറ്റുകൾക്ക് പ്രായശ്ചിത്തം ചെയ്യാനോ മുതിരില്ല ഈ പേഴ്സൺ. അതങ്ങനത്തെ ഒരു എനർജിയാണത്. അപ്പോൾ ഇവിടെ പേജ് ഓഫ് കപ്സ്, ഈ പേഴ്സൺ നിങ്ങൾ ക്ഷമ പറയാൻ വേണ്ടി, അപ്പം നിങ്ങൾ ഇതെല്ലാം അറിഞ്ഞിട്ട് ഈ പേഴ്സൻ്റെ കുറേ ചീത്ത സ്വഭാവങ്ങളെക്കുറിച്ച് അറിഞ്ഞിട്ട് നിങ്ങളും ഈ പേഴ്സണെ ചീത്ത പറയുകയോ മറ്റുള്ളവരോട് പറയുകയോ എന്തെങ്കിലും ചെയ്തെങ്കിൽ നിങ്ങളിൽ നിന്നൊരു ക്ഷമയാണ് ഈ പേഴ്സൺ പ്രതീക്ഷിക്കുന്നത്. ക്ഷമ യാചിക്കൽ, അതാണ് പ്രതീക്ഷിക്കുന്നത്. നിങ്ങൾ ക്ഷമിക്കണം എന്നല്ല, ഈ പേഴ്സൺ നിങ്ങളോട് ക്ഷമിക്കണം. അതിന് നിങ്ങൾ ഈ പേഴ്സണോട് ക്ഷമിക്കാൻ ആവശ്യപ്പെടണം. അതാണ് ഈ പേഴ്സൺ വെയിറ്റ് ചെയ്യുന്നത്. ഇവിടെ വേൾഡ് കാർഡ്, ഇത് പേഴ്സൺ വിചാരിക്കുന്നത് വെച്ചാൽ നിങ്ങൾ ഈ പേഴ്സണോട് ക്ഷമ ചോദിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ഈ സിറ്റുവേഷൻ കംപ്ലീറ്റ് ആയിട്ട് ഈ പേഴ്സൺ റിലേഷൻഷിപ്പ് എന്താ പറയുക വേണ്ടാന്ന് വെക്കും. അതാണ് അത്രയും ശാഠ്യമുള്ള ഒരു എനർജിയാണ് ഈ പേഴ്സൺ. അപ്പോൾ അങ്ങനത്തെ ഒരു വാശിയിലാണ് ഈ പേഴ്സൺ. ഇതെല്ലാം മേജർ സോഡിയാക് സൈനാണ്. ഇവിടെ ലീബ്ര ഉണ്ട്, പിന്നെ ഇത് വെർഗോ പൈസീസ്, ഇത് ടോറസ് ലിയോ അക്വേറിയസ് സ്കോർപ്പിയോ, ഇതും ടോറസ് ലിയോ അക്വേറിയസ് സ്കോർപ്പിയോ. അപ്പോൾ ഇതാണ് കാണിക്കുന്ന ഒരു അവസാനം എൻഡ് ചെയ്യണമെന്ന് ഈ പേഴ്സൺ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ തൽക്കാലത്തേക്ക് നിങ്ങൾ നോ കോണ്ടാക്റ്റ് ആയിരിക്കും. ഈ പേഴ്സൻ്റെ എന്തോ ഒരു പ്രശ്നം നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് ഈ പേഴ്സൺ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവോ ലൈഫിൽ നിന്ന് ഇറങ്ങിപ്പോവോ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഡിവോഴ്സിലേക്ക് പോയിട്ടില്ല, കംപ്ലീറ്റ് ആയിട്ട് റിലേഷൻഷിപ്പ് വേണ്ടാന്ന് വെച്ചിട്ടില്ല. മനസ്സിലായോ? അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ. അപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി ഈ പേഴ്സൺ ക്ഷമ ചോദിക്കില്ല. നിങ്ങൾ എന്തെങ്കിലും ചോദ്യം ചെയ്താൽ ഉടനെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോക്കാണ് പണി. എന്നിട്ട് കുറേ നാൾ അവരുടെ വീട്ടിൽ പോയി താമസിക്കുക, അല്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലുമൊക്കെ വീട്ടിൽ പോയി താമസിച്ചിട്ട് കുറേ ദിവസം കഴിയുമ്പോൾ ഒരു പ്രശ്നവും ഇല്ല തിരിച്ചു വരുന്ന ഒരു എനർജിയാണ് ഈ എനർജി. വളരെ തലവേദന പിടിച്ചൊരു എനർജിയാണിത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ തേർഡ് പാർട്ടിയുമായിട്ട് ഇപ്പം നിങ്ങൾ തേർഡ് പാർട്ടിയുടെ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ വളരെ നന്നായിട്ട് നുണ പറയുന്ന ആളായതുകൊണ്ട് തേർഡ് പാർട്ടിയുടെ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ തേർഡ് പാർട്ടിയായിട്ട് ഒരു കണക്ഷനും ഇല്ല എന്നേ പറയുള്ളൂ. അവർക്ക് പാവം, അവർക്ക് ഭർത്താവില്ല, അല്ലെങ്കിൽ അവർക്ക് ഭാര്യയില്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ അവരെ സഹായിക്കുകയാണ്, അല്ലെങ്കിൽ ബിസിനസ് ആവശ്യത്തിനാണ് അവരോട് സംസാരിക്കുന്നത്, ഒഫീഷ്യൽ കാര്യമാണ് സംസാരിക്കുന്നത്. കൈയോടെ പിടിച്ചാലും കണ്ണടച്ച് നുണ പറയും ഈ പേഴ്സൺ. അങ്ങനത്തെ ഒരു എനർജിയാണ് ഈ പേഴ്സൺ. നിങ്ങളോട് തേർഡ് പാർട്ടിയുമായിട്ട് കണക്ഷൻ ഇല്ല എന്ന് പറയുന്നത് സത്യമാണോ നുണയാണോ? എന്തായാലും നമുക്ക് എല്ലാവർക്കും ഒരു ചാൻസ് കൊടുക്കണം. ചിലപ്പോൾ ഈ പേഴ്സൺ പറയുന്നത് സത്യമാണെങ്കിലും നമുക്ക് നോക്കാം. ഭഗവാനെ, അപ്പോൾ ഈ പേഴ്സൺ പറയുന്നത് നിങ്ങളോട് പറയുന്നത് തേർഡ് പാർട്ടി ഇല്ല, തേർഡ് പാർട്ടിയോട് കംപ്ലീറ്റ് ആയിട്ട് തേർഡ് പാർട്ടി റിലേഷൻഷിപ്പ് എല്ലാം ഉപേക്ഷിച്ചു എന്ന് പറയുന്നത് സത്യമാണോ നുണയാണോ? ഇതാണ് നമ്മൾ നോക്കുന്നത്. നുണയാണ് പറയുന്നത് കേട്ടോ. നുണ കംപ്ലീറ്റ്ലി നുണയല്ല, പകുതി സത്യം പകുതി നുണ, അങ്ങനത്തെ ഒരു ഇതാണ്. ചില സമയത്ത് ഈ പേഴ്സൺ സത്യമായ കാര്യങ്ങളെ അവോയ്ഡ് ചെയ്യും. മനസ്സിലായി? കഥയുണ്ടാക്കുക, സത്യമായ കാര്യങ്ങളെ അവോയ്ഡ് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു എനർജിയാണ്. എന്തായാലും ഈ പേഴ്സൺ പറയുന്നത് മുഴുവനും സത്യമല്ല, പകുതി നുണയും പകുതി സത്യവുമാണ്. നമുക്കൊന്ന് ക്ലാരിഫൈ ചെയ്യാം.
അപ്പോൾ ഭയങ്കര ഡിസെപ്ഷൻ, ഈ കാർഡ് തന്നെ ഡിസെപ്ഷനാണ്, കള്ളത്തരത്തിൻ്റെ കാർഡാണെന്നാണ് പറയുന്നത്. ഭയങ്കര കള്ളത്തരം ചെയ്യുന്നുണ്ട് ഈ പേഴ്സൺ, നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പം ആദ്യമൊക്കെ നിങ്ങൾക്ക് ഈ പേഴ്സൻ്റെ സ്വഭാവം അറിയില്ലായിരുന്നു. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സോ ഫാമിലിയിലെ ബന്ധുക്കളിൽ ആരെങ്കിലും ഒക്കെ ഈ പേഴ്സണെ എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ട് നിങ്ങളോട് വന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ശുദ്ധഗതിക്ക് നിങ്ങൾ ഈ പേഴ്സണോട് ചെന്ന് ചോദിക്കും. അപ്പോൾ ഈ പേഴ്സൺ പറയും, അയ്യോ അവരൊക്കെ നമ്മുടെ റിലേഷൻഷിപ്പിനെതിരാണ്, അവർക്ക് കണ്ടുകൂടാ നമ്മളുടെ ഹാപ്പിനെസ്, അതുകൊണ്ടാണ് പറയുന്നത്, അതുകൊണ്ട് നീ മേലാൽ അവരോട് മിണ്ടരുതെന്ന് പറയും. മനസ്സിലായി? അത് പെണ്ണാണെങ്കിലും ആണാണെങ്കിലും നിങ്ങളോട്, നിങ്ങൾ സ്നേഹിക്കുന്ന ആൾ അങ്ങനെ പറയുമ്പോൾ നിങ്ങളത് വിശ്വസിക്കും. ആ ശരിയാണോ, അവരങ്ങനെ പറഞ്ഞതാണ്. പിന്നെ നിങ്ങൾ ആ പേഴ്സൺ നിങ്ങളോട് നല്ല ഉദ്ദേശത്തോടെ വന്ന് പറഞ്ഞ, നല്ല ഉദ്ദേശമോ ചീത്ത ഉദ്ദേശമോ പറഞ്ഞ ആളെ നിങ്ങൾ പിന്നെ ജീവിതത്തിൽ മൈൻഡ് ചെയ്യില്ല. അതാണ് സിറ്റുവേഷൻ. അങ്ങനെയാണ് നിങ്ങൾ ഈ കുഴിയിൽ വന്ന് ചാടിയത്. അപ്പോൾ ഇവിടെ തേർഡ് പേഴ്സൺ ആയിട്ടുള്ള കണക്ഷൻ ഇപ്പോഴും ഉണ്ട്. ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ അതിൽ സ്റ്റക്കാണ്. അതുപോലെ ഈ സ്വഭാവം, നുണ പറയുന്ന സ്വഭാവം നിങ്ങളുടെ പേഴ്സൺ ഉള്ളതാണ്. അത് നിങ്ങളെ പേടിച്ചിട്ടല്ല, മനസ്സിലായി? ഈ പേഴ്സണ് പേടിയില്ല ആരെയും. പക്ഷേ ഒരു നുണ, ഈ സത്യം പറഞ്ഞിട്ട് എന്തിനാ എന്ന ഒരു സിറ്റുവേഷൻ, അതിനാണ് ഈ നുണ പറയുന്നത്. ഇവിടെ പൈസസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൺ. അപ്പോൾ നമുക്കിവിടെ ഗൈഡൻസ് നോക്കണം, എന്തിനാണ് ഈ പേഴ്സൺ നുണ പറയുന്നത് നോക്കാം. ആദ്യം നമുക്ക് നോക്കാം ഈ പേഴ്സൺ എന്തുകൊണ്ടാണ് നിങ്ങളോട് നുണ പറയുന്നത്. ഇതാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. കാരണം ഈ പേഴ്സൺ സിറ്റുവേഷനിൽ ഹാപ്പിയാണ്. പിന്നെ അതുമല്ല, നിങ്ങൾ ഭയങ്കര ലവിങ് ആയ ഒരു എനർജിയാണ്. നിങ്ങൾ തമ്മിൽ വളരെ വർഷത്തെ പഴക്കമുണ്ട് റിലേഷൻഷിപ്പിന്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്താലും ഈ പേഴ്സണെ ഉപേക്ഷിച്ചിട്ട് പോവില്ല എന്ന് ഈ പേഴ്സൺ അറിയാം. അപ്പോൾ ഈ പേഴ്സൻ്റെ മൂഡ് അനുസരിച്ച് ഈ പേഴ്സൺ സത്യം പറയും, ഈ പേഴ്സൺ നുണയും പറയും. അവരുടെ മൂഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ പേഴ്സൺ പണ്ടേ ഉഴപ്പാണ്, മനസ്സിലായോ? അതും ഈ പേഴ്സൻ്റെ പ്രായത്തിൽ കൂടുതൽ മുതിർന്ന ആളുകളോടാണ് ഈ പേഴ്സൺ റിലേഷൻഷിപ്പ് വയ്ക്കുക. മാരീഡായ ആളുകൾ, മനസ്സിലായോ? അങ്ങനെയുള്ളവരോടാണ് റിലേഷൻഷിപ്പ് വയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് പണ്ടേ ഇതറിയാം. ഈ പേഴ്സൻ്റെ ഫാമിലിയിൽ ഇഷ്ടം പോലെ സ്ത്രീകളായിട്ടോ, മീൻസ് ഇതിപ്പോൾ ഒരു സ്ത്രീ ആണെങ്കിൽ പ്രായമുള്ള പുരുഷന്മാരായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ട്. നിങ്ങളുടെ ഫാമിലിയിലുള്ളവരായിട്ട് തന്നെ റിലേഷൻഷിപ്പ് ഉണ്ട്. ഇതൊരു പുരുഷനാണെങ്കിൽ പ്രായമുള്ള സ്ത്രീകളായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ട്, മനസ്സിലായി? ഈ പേഴ്സണേക്കാളും മുതിർന്ന പ്രായത്തിലുള്ളത്, പണ്ട് മുതൽ ചെറുപ്പം തുടങ്ങിയുള്ള ശീലമാണ്. അപ്പം നിങ്ങളിത് അറിഞ്ഞുകൊണ്ടാണ് ഈ റിലേഷൻഷിപ്പിലേക്ക് കയറിയിരിക്കുന്നത്. ഇതാണ് ഇവിടുത്തെ ഈ പേഴ്സൻ്റെ വിജയം. നിങ്ങൾക്ക് ഓൾറെഡി അറിയാമായിരുന്നു. പക്ഷെ നിങ്ങൾ ചിലപ്പോൾ വിചാരിച്ചിട്ടുണ്ടാവും ഈ ഒരു സിറ്റുവേഷൻ വന്ന് കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ മാറ്റിയെടുത്തോളാം എന്നൊരു വിശ്വാസത്തിലാണ് നിങ്ങൾ വന്ന് കയറിയത്. പക്ഷേ നിങ്ങൾക്ക് അറിയില്ലായിരുന്നു നിങ്ങൾ എങ്ങോട്ടാണ് വന്ന് കയറുന്നതെന്ന്, മനസ്സിലാവുണ്ടോ? അപ്പോൾ ഈ പേഴ്സൺ പണ്ടേ കള്ളത്തരമുള്ള ആളാണ്. നിങ്ങൾ ഈ പേഴ്സൺ അമിതമായി സ്നേഹിച്ചത് കൊണ്ട് മാത്രമാണ് ഈ പേഴ്സൻ്റെ സ്വഭാവം അറിഞ്ഞിട്ടും ചിലപ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ട് മാറും കല്യാണം കഴിഞ്ഞാലെന്ന്, മനസ്സിലായി? അങ്ങനെ വന്ന് കയറിയതാണ് നിങ്ങൾ. അപ്പോൾ നിങ്ങൾ എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും നിങ്ങൾക്ക് ജോലി ഇല്ലാത്ത, നിങ്ങളൊരു സ്ത്രീ ആണെങ്കിൽ നിങ്ങൾക്ക് ജോലി ഇല്ലായിരിക്കാം, കംപ്ലീറ്റ് ഈ പേഴ്സണായിട്ട് ഡിപ്പെൻഡ് ആയിരിക്കാം. ഒരു പുരുഷനാണെങ്കിൽ തന്നെ ചിലപ്പോൾ നിങ്ങൾ ഫിനാൻഷ്യലി ഈ പേഴ്സണായിട്ട് ഡിപ്പെൻഡ് ആയിരിക്കാം. ഫോറിനിൽ വല്ല വർക്ക് ചെയ്യുന്ന വല്ല സ്ത്രീ ആയിരിക്കാം, ഇതറിയില്ല നിങ്ങളുടെ പേഴ്സൺ. അപ്പോൾ എന്തോ നിങ്ങൾ ഈ പേഴ്സണിൽ കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ് ആയതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ഈ പേഴ്സൺ ഉപേക്ഷിച്ച് പോകില്ല എന്നറിയുന്നത് കൊണ്ടാണ് ഈ പേഴ്സൺ നിങ്ങളോട് നുണ പറയുന്നത്, മനസ്സിലായോ? അതുമല്ല, ഈ പേഴ്സണ് നുണ പറയാൻ ഒരു ചളിപ്പമില്ലാത്തൊരു എനർജിയാണ്. നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ് ഇവിടെ? സ്ട്രോങ് സോഡിയാക് സൈൻ ഒന്നും കാണുന്നില്ല. പക്ഷേ ഈ പേഴ്സൺ നിങ്ങളുടെ ഈ സിറ്റുവേഷനിൽ ഭയങ്കര ഹാപ്പിയാണ്. ഈ പേഴ്സൺ ഒരു ഗിൽറ്റി കോൺഷ്യസും അല്ല കേട്ടോ. ഇതിങ്ങനെ തന്നെ പോകും. ഈ പേഴ്സൺ ഒരിക്കലും മാറില്ല. അപ്പോൾ നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്? നിങ്ങളോട് പറയുന്ന സെൽഫ് കെയർ. നിങ്ങളുടെ കാര്യം, കാരണം നിങ്ങൾക്ക് ഈ പേഴ്സണെ മാറ്റാൻ പറ്റില്ല. ഈ പേഴ്സണെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് വട്ടാവും, ഒരു എത്തുംപിടിയില്ല. അപ്പോൾ അതുകൊണ്ട് യൂണിവേഴ്സ് പറയുന്ന സെൽഫ് കെയർ, നിങ്ങളുടെ കാര്യം ശ്രദ്ധിക്കുക, മനസ്സിലായോ? അപ്പോൾ അത് ഒന്ന്. രണ്ടാമത്തത് ഇതാണ്, നിങ്ങൾക്ക് പണത്തിന് ബുദ്ധിമുട്ടില്ല, ലക്ഷറിക്ക് ബുദ്ധിമുട്ടില്ല, എല്ലാ കാര്യങ്ങളും ഉണ്ട് വീട്ടിൽ. അപ്പോൾ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ഇതെല്ലാം നോക്കുക, മനസ്സിലായി? നിങ്ങളുടെ കാര്യം മാത്രം നോക്കുക. കാരണം എന്ത് ചെയ്താലും ഈ പേഴ്സൺ എങ്ങനെ പോയാലും ഈ പേഴ്സൺ ഒരിക്കലും മാറില്ല. പേഴ്സൺ മാറിയാലും നിങ്ങൾ ഈ പേഴ്സൺ ഉപേക്ഷിക്കില്ല. എപ്പോഴും നിങ്ങൾക്ക് ഈ പേഴ്സൺ വേണം, മനസ്സിലായോ? അപ്പോൾ അത് എന്ത് കാര്യം കൊണ്ടായാലും. അപ്പോൾ യൂണിവേഴ്സ് പറയുന്ന അപ്പോൾ പിന്നെ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ വെറുതെ ഇതിനെക്കുറിച്ച് ഓർത്ത് തല പുകഞ്ഞിട്ട് നിങ്ങളുടെ ആരോഗ്യം കളഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് നിങ്ങൾ ഇതിനോട് പൊരുത്തപ്പെടാൻ നോക്കുക എന്നാണ് യൂണിവേഴ്സ് പറഞ്ഞത്. അതുപോലെ തന്നെ നിങ്ങൾ ഇതിൽ സിറ്റുവേഷനിൽ ഹാപ്പി ആയിട്ടിരിക്കുക. ഇതാണ്, നിങ്ങൾ ഭയങ്കര സ്നേഹമാണ് ഈ പേഴ്സണോട്. അപ്പോൾ നിങ്ങൾ ഇതിൽ ഹാപ്പിനെസ് കണ്ടെത്താൻ നോക്കുക. നിങ്ങൾ ധൈര്യം സംഭരിച്ച് ഇതിനെ ഹാപ്പിനെസ് കണ്ടെത്താൻ നോക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ സ്ട്രെങ്ത് ശരിക്കും പറഞ്ഞാൽ നിങ്ങളിപ്പം
ഭയങ്കര ശക്തിയുള്ള ഒരു എനർജിയാണ് നിങ്ങൾ. കാരണം ഇങ്ങനൊരു സിറ്റുവേഷനിലുള്ള ഒരാളെ കൂടെ ജീവിക്കുക, ഇത്രയും വർഷം ജീവിക്കുക എന്ന് പറഞ്ഞാൽ തമാശ കാര്യമല്ല. മിക്കവരും ഇറങ്ങിപ്പോവും പകുതിയാകുമ്പോൾ, അല്ലെങ്കിൽ വട്ടാവും, എന്തെങ്കിലും ചെയ്ത് കളയും അവർ. പക്ഷെ നിങ്ങൾ ഇതുവരെ നിൽക്കുന്നത് നിങ്ങളുടെ മനോധൈര്യം കൊണ്ടാണ്. അപ്പോൾ അത് കെട്ടുപോകാതെ നിങ്ങൾ നോക്കുക, മനസ്സിലായോ? അപ്പോൾ അതാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ ഇതിൽ നിന്ന് ഇറങ്ങി പോവില്ല. അപ്പോൾ പിന്നെ ഫൈറ്റ് ചെയ്തിട്ട് കാര്യമില്ല, ഇതിനെക്കുറിച്ച് ഓർത്ത് തല പുകഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങളുടെ ആരോഗ്യം പോകുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഇതിനെ അംഗീകരിച്ചെടുക്കുക. അതിന് നിങ്ങളുടെ ധൈര്യം അല്ലെങ്കിൽ മനോധൈര്യം കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ യൂസ് ചെയ്യേണ്ടി വരും. പക്ഷേ അതേ ഉള്ളൂ നിങ്ങൾക്കൊരു പ്രതിവിധി, ഒരു പോം വഴി എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇവിടെ സോഡിയാക് ലിയോ ഉണ്ട്, സ്കോർപിയോ ഉണ്ട്, പിന്നെ സ്ട്രോങ് സോഡിയാക് സൈൻസ്, ഇതെല്ലാം ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ റീഡിങ്. ഇനി നമ്മൾ മൂന്നാമത്തെ റീഡിങ്ങിലേക്കാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഓറക്കൽ മെസ്സേജാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. നിങ്ങളുടെ ഈ സിറ്റുവേഷൻ അനുസരിച്ചിട്ടുള്ള ഒരു ഓറക്കൽ മെസ്സേജാണ് നമ്മൾ നോക്കുന്നത്. ഓം എന്നത് യൂണിവേഴ്സൽ സൗണ്ടാണ്. അപ്പോൾ അത് ജപിക്കണം എന്ന് പറയുന്നുണ്ട്. അത് മനഃശാന്തിക്ക് വേണ്ടിയിട്ടുള്ള, മനോധൈര്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു മന്ത്രം. മന്ത്രം എന്ന് പറയാം, ഓം എന്ന് മാത്രം. അപ്പോൾ അത് നമ്മളുടെ ബ്രെയിനിനെല്ലാം വൈബ്രേഷൻ ഉണ്ടാക്കും, മനസ്സിലായോ? ആക്റ്റീവ് ആക്കും ബ്രെയിൻ സെൽസിനെ എന്നാണ് പറയുന്നത്. പിന്നെയുള്ളത് മൗണ്ടൻസ് ആണ്. വേറെ ഏതെങ്കിലും കാർഡ് കിട്ടുമോ എന്ന് നോക്കാനാണ് ചെയ്തത്. അപ്പോൾ മൗണ്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മൗണ്ടൻസ് എപ്പോഴും ഇത് പറയുന്നത് നിങ്ങൾ റിലാക്സ്ഡ് ആയിരിക്കണം. മൗണ്ടൻസ് എപ്പോഴും വളരെ സ്ട്രോങ് ആണ്. കൊടുങ്കാറ്റടിച്ചാലും വെള്ളപ്പൊക്കം ഉണ്ടായാലും മൗണ്ടൻ അവിടെ തന്നെ നിൽക്കും, മാത്രം ഉറച്ചു നിൽക്കണം എന്നാണ് പറയുന്നത്. എന്തൊക്കെ പ്രതിസന്ധി നിങ്ങളുടെ ജീവിതത്തിൽ വന്നാലും നിങ്ങൾ ഉറച്ചു നിൽക്കണം, അതാണ് പറയുന്നത്. പിന്നെ പകച്ചു പോകരുതെന്ന്. പിന്നെ ഓം എന്ന മന്ത്രം നിങ്ങൾക്ക് സ്ട്രെങ്ത് തരും. അപ്പോൾ അത് ജപിക്കണം എന്നാണ് പറയുന്നത്. നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ എനർജി ഏസ് ഓഫ് കപ്സ്. ഏസ് ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ ഈ പേഴ്സൻ്റെ മനസ്സിൽ ആരോടോ ഉള്ള സ്നേഹം ഇങ്ങനെ പതഞ്ഞു പോകുകയാണ്. അപ്പോൾ ഭയങ്കരമായിട്ട് ഈ പേഴ്സൺ ആരെയോ സ്നേഹിക്കുന്നുണ്ട്. ക്യാൻസർ, പൈസസ്, സ്കോർപിയോ ആണത്. ഈ പേഴ്സൻ്റെ ഈ പതഞ്ഞു പോകുന്ന മനസ്സിൽ ഇങ്ങനെ സ്നേഹം ഇങ്ങനെ എന്താ പറയാന് അങ്ങോട്ട് നമുക്ക് ഓവർവെൽമിങ് എന്ന് പറയുന്നതിന് ആ ഒരു ഫീലിംഗ് ആണ് ഈ പേഴ്സണ്, സ്നേഹം. അപ്പോൾ ഇത് ആർക്കോ ഓഫർ ചെയ്യാൻ പോകുന്നത്. ഇത് ന്യൂ ലവ് ആണ്, മനസ്സിലായി? ഫാദർ ഓഫ് വോൺസ് ആണ് വന്നിരിക്കുന്നത്, കുന്തം. ഈ ഫാദർ ഓഫ് വോൺസ് എന്ന് പറഞ്ഞാൽ അത്ര വലിയ നല്ല എനർജി അല്ല, വളരെ റൂട്ട്ലെസ് ആയ ഒരു എനർജിയാണ്. പല റിലേഷൻഷിപ്പ് വയ്ക്കുന്ന, സ്പോണ്ടേനിയസ് ആയിട്ട് നുണ പറയുന്ന ഒരു എനർജിയാണിത്. അപ്പോൾ ഈ പേഴ്സൺ 3 ആണ്, ട്രയാങ്കിൾ. അപ്പോൾ ഇത് നിങ്ങളുടെ പേഴ്സൺ, നിങ്ങൾ വേറൊരാളും കൂടി ഇതിനിടയിലുണ്ട്. അപ്പോൾ ഈ പേഴ്സൺ 2 പേരും ഒരുപോലെ സ്നേഹിക്കാൻ നോക്കുകയാണോ, അതോ ഈ പേഴ്സൻ്റെ സ്നേഹം എല്ലാവർക്കും വീതിച്ചു കൊടുക്കാൻ നോക്കുകയാണോ? ചിലത് പറയില്ലേ, ഹാർട്ടിൽ 4 ചേമ്പേഴ്സ് ഉണ്ട്, അപ്പോൾ 4 പേരെ സൂക്ഷിക്കാനുള്ള, 4 പേരുടെ കാര്യങ്ങൾ സൂക്ഷിക്കാനുള്ള സ്ഥലമുണ്ടെന്ന് പറയില്ലേ. അപ്പോൾ ചിലർ ശരിക്കും അത് വിശ്വസിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. എന്തായാലും നിങ്ങളുടെ പേഴ്സൺ 2 പേര്, അറ്റ്ലീസ്റ്റ് ഒരു 2 പേരെ സ്നേഹിക്കുന്നുണ്ട്, നിങ്ങളും വേറൊരാളും.
ഇതാണ്. രണ്ടുപേരോടും സ്വരുമയോടെ പോകണമെന്നാണ്. ചിലപ്പോൾ നിങ്ങളെ കൊണ്ടൊന്ന് പരിചയപ്പെടുത്തും, ഫ്രണ്ടാണെന്ന് പറയും. ഈ ക്യാരക്ടറിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവരുടെ എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് ഇവർ വൈഫിൻ്റെ മുമ്പിൽ നിന്ന് ഒളിക്കുന്നില്ല, മനസ്സിലായി. എന്നാൽ ഇവരോട് നേരിട്ട് നിങ്ങൾ കണ്ടാലും നേരിട്ട് ചോദിച്ചാൽ ഇവർ പറയും ഇല്ല എന്ന് പറയും. അത് അവരുടെ ഒരു നേച്ചറാണ്. പക്ഷേ ഇവരുടെ എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പിലുള്ള സ്ത്രീകളെയും പുരുഷന്മാരെയും നിങ്ങൾക്ക് അവരുടെ ഹസ്ബൻഡിനോ വൈഫിനോ ഏതെങ്കിലും തരത്തിൽ പരിചയമുണ്ടാവും. പക്ഷേ വൈഫുമാരോ ഹസ്ബൻഡുമാരോ കുറച്ച് പൊട്ടന്മാരായിരിക്കും. അതുകൊണ്ട് അവരൊരിക്കലും തിരിച്ചറിയില്ല ഇത് ഹസ്ബൻഡിൻ്റെയോ വൈഫിൻ്റെയോ റിലേഷൻഷിപ്പിലുള്ള ആളാണെന്ന് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇനിയിപ്പോൾ നിങ്ങൾ കണ്ടുപിടിച്ച് നിങ്ങൾ ഈ പേഴ്സണോട് ചോദിച്ചാൽ തന്നെ ഈ പേഴ്സൺ ഇല്ല എന്ന് പറയുള്ളൂ. അതാണ് ഇവരുടെ ഒരു സ്മാർട്ട്നെസ് ആണോ അതോ മണ്ടത്തരമാണോ എനിക്കറിയില്ല. ഓക്കെ, അപ്പോൾ അതാണ് ഓവറോൾ എന്നുള്ളത്. ഈ നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? ഈ പേഴ്സൺ എപ്പോഴും മുമ്പിൽ നിൽക്കണം എന്ന് വെച്ചാൽ എല്ലാപ്പോഴും ഞാനായിരിക്കണം, ഞാൻ ഫേമസ് ആണ്, ഞാൻ അതാണ് ഇതാണ്, സ്വയം പുകഴ്ത്തി പറയുന്ന ഒരു എനർജിയാണ്. അതുപോലെ തന്നെ മറ്റുള്ളവർക്കൊരു വില കൊടുക്കാത്ത എനർജിയാണ്. മറ്റുള്ളവരെല്ലാം പുച്ഛമാണ്. ഈ പേഴ്സണേക്കാളും ഉയരത്തിലുള്ള സൗന്ദര്യത്തിൽ ബെറ്ററായ ആളുകൾ, വിദ്യാഭ്യാസത്തിൽ ബെറ്ററായ ആളുകൾ, പണത്തിൽ ബെറ്ററായ ജീവിത സാഹചര്യങ്ങളിൽ ബെറ്ററായ ആളുകളൊക്കെ പുച്ഛമാണെന്ന് കാണിക്കും. അതൊരു കോംപ്ലക്സ് ആണ്. പക്ഷേ എല്ലാവരോടും പുച്ഛമാണ് ഈ പേഴ്സണ് കേട്ടോ. അപ്പം നിങ്ങൾ അവരാരെങ്കിലും നല്ല എന്ന് പറഞ്ഞ പേഴ്സണ് ഭയങ്കര ദേഷ്യം വരും. അങ്ങനത്തെ ഒരു എനർജിയാണ്. ഇപ്പം തൽക്കാലം ഈ പേഴ്സണ് എല്ലാവരുമായിട്ട്, ഈവൻ ഫ്രണ്ട്സ് തമ്മിൽ പോലും വളരെ കുറച്ച് ഫ്രണ്ട്സ് ഈ പേഴ്സൺ ഉണ്ടാവും. ചിലപ്പോൾ ഒരു ഫ്രണ്ടും ഉണ്ടായില്ല എന്ന് വരും. അപ്പം ഇവരെ എതിർക്കുന്നവരെ ഇവർക്ക് ഭയങ്കര ദേഷ്യമാണ്. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഇവരുടെ ഫ്രണ്ട്സ് ആണെങ്കിൽ തന്നെ ഇവരുടെ ഫ്രണ്ട്സ് ആയിരിക്കില്ല, സ്തുതിപാഠകരായിരിക്കും, മനസ്സിലായി. ഇവരെ എപ്പോഴും പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളായിരിക്കും ഇവരെ ചുറ്റുമുള്ളത്. അപ്പം നല്ല ഫ്രണ്ട്സ് ഇല്ല. അതുകൊണ്ട് തന്നെ ഇവരൊരിക്കലും ഇവരുടെ ശരിക്കുള്ള സ്വഭാവം മനസ്സിലാക്കാറില്ല. ഇവർ തെറ്റ് ചെയ്യുമ്പോൾ പോലും ആരും ഇവരോട് പറയാറില്ല. അവരെക്കൊണ്ട് പറയുന്നവരെ ഇവർ ഉപേക്ഷിക്കുകയും ചെയ്യും. അപ്പം നിങ്ങളുടെ പേഴ്സൺ ഒരു പ്ലാനിങ്ങിലാണ്, എന്തോ ഒരു കാര്യം അച്ചീവ് ചെയ്യാനുണ്ട്. ഇനിയിപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ്, ഈ പേഴ്സണിൻ്റെ ഫ്രണ്ട്സ് ആയതെങ്കിലും പെൺകുട്ടികളെ ഇഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ ആൺകുട്ടികളെ ഇവർക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അതിനകത്ത് തടസ്സം ഉണ്ടാക്കി അവരെ ഏറ്റെടുക്കാൻ നോക്കും. അങ്ങനത്തെ സിറ്റുവേഷനൊക്കെ ഉണ്ട് ഇവർക്ക്. അങ്ങനെ ഫ്രണ്ട്സിൻ്റെ വൈഫാണ് അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഹസ്ബൻഡാണ് എന്നൊരു ഗിൽറ്റി ഒന്നുമില്ല അവർക്ക്. ഇവർ ഒരു വല്ലാത്തൊരു ക്യാരക്ടർ ആളുകളാണ്. പിന്നെ ഇവിടെ ഒരു പ്ലാനിങ് ചെയ്യുന്നുണ്ട് ഈ പേഴ്സൺ. ഇപ്പോൾ ഡിസിഷൻ എടുക്കുന്നുണ്ട് എന്തോ കാര്യത്തിൽ. പിന്നെ ഒരു ക്ലാരിറ്റി വേണം ഇതിൽ, അത്രയേ ഉള്ളൂ. പക്ഷേ ഈ പേഴ്സൺ ഇവിടെ പേടിക്കുന്നത് ലീഗലിനെ മാത്രമേ ഉള്ളൂ. കള്ളത്തരം ഇഷ്ടം പോലെ ചെയ്യുന്ന ആളാണ്. പക്ഷെ പിടി കൊടുക്കാതിരിക്കാൻ നോക്കും. പല കേസുകളും ഉണ്ടാവും ഈ പേഴ്സണിൻ്റെ പേരിൽ, മനസ്സിലായോ? അടിപിടിയാണെങ്കിലും എല്ലാം വയലൻസിലൊക്കെ പോകുന്ന ഒരു എനർജിയാണ്. കുറേ പണനഷ്ടം ഉണ്ടാവും ഈ പേഴ്സണ്, കൺഫ്യൂഷൻ ആവും, ലീഗൽ കേസിലൊക്കെ ചെന്ന് പെടുന്ന ഒരു എനർജിയാണ്. ഇപ്പോൾ ലീഗൽ കേസ് ഉണ്ടാവാം, എന്തെങ്കിലും പണസംബന്ധമായൊരു കേസിലായിരിക്കാം ഈ പേഴ്സൺ പെട്ട് കിടക്കുന്നത്. കാരണം ഈ പേഴ്സൺ പല റിലേഷൻഷിപ്പ്, ചിലപ്പോൾ ഭാര്യയും കുട്ടികളെയും അല്ലെങ്കിൽ ഭർത്താവിനെയും കുട്ടികളെയും നോക്കാത്തൊരു എനർജി അപ്പുറത്തെ വീട്ടിലെ മരിച്ചുപോയ ചേട്ടൻ്റെ ഭാര്യയ്ക്കും കുട്ടികൾക്കും ചിലവിന് കൊടുക്കും. അല്ലെങ്കിൽ അവിടെ അടുത്ത വീട്ടിലെ ഭാര്യ മരിച്ച ചേട്ടനും കുട്ടികളെയും സഹതാപത്തോടെ നോക്കുന്ന ഒരു എനർജിയാണിത്. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ട്? അപ്പോൾ അങ്ങനത്തെ ഒരു എനർജിയാണ്. അപ്പോൾ പൈസ കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് കഠിനാധ്വാനം ചെയ്യുന്നതിൽ വിശ്വസിക്കാത്തൊരു എനർജി ആകുമ്പോൾ എന്ത് പറ്റും? കള്ളത്തരത്തിൽ കൂടെ പൈസ ഉണ്ടാക്കും. അല്ലെങ്കിൽ ഓഫീസിൽ നിന്ന് പണം മറിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ലീഗൽ ഇവിടെ കാണിക്കുന്നത്. ഇവിടെ പണവും കാണിക്കുന്നത്, ലീഗലും കാണിക്കുന്നുണ്ട്, കൺഫ്യൂഷനും കാണിക്കുന്നുണ്ട്, മനസ്സിലായോ? അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ്. വളരെ എന്താ പറയുക, വളരെ പ്ലാനിങ്ങോട് ജീവിക്കുന്ന ഒരാളാണ്. അപ്പോൾ എന്തോ ഒരു സിറ്റുവേഷൻ, ചിലപ്പോൾ പണം കൂടുതൽ കിട്ടാനാണോ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാന്നുള്ളത്, എന്തോ ഒരു കാര്യത്തിന് വെയിറ്റ് ചെയ്യുന്നുണ്ട്, സ്റ്റക്കാണ് സിറ്റുവേഷനിൽ. വളരെ പ്ലാനിങ്ങോട് കൂടിയാണ്. അപ്പോൾ ലോയുടെ കണ്ണിൽ പെടാം, നീതിയുടെ അല്ലെങ്കിൽ കേസൊന്നും വരാൻ പാടില്ല സിറ്റുവേഷനിൽ. അപ്പോൾ അത്രയും പ്ലാനിങ്ങോട് കൂടിയാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത്. ഇവിടെ ഒരു തേർഡ് പാർട്ടി ഉണ്ട്.
ഒരു തേർഡ് പാർട്ടിയോ പല തേർഡ് പാർട്ടികളോ ഉണ്ട് പേഴ്സണ്. പൈസസ് സോഡിയാക് സൈൻ കാണിക്കുന്നുണ്ട്. പിന്നെ ഉള്ളത് ലീബ്രയാണ് ഇവിടെ. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യം ചോദിക്കാം. തേർഡ് പാർട്ടിയുമായിട്ടുള്ള കണക്ഷൻ നിർത്തിയെന്ന് കംപ്ലീറ്റ് ആയിട്ട് തേർഡ് പാർട്ടികളെ ഉപേക്ഷിച്ചെന്ന് ഈ പേഴ്സൺ നിങ്ങളോട് പറയുന്നുണ്ട്. ഇത് സത്യമാണോ നുണയാണോ? ഈ പേഴ്സൺ പറയുന്നത് വിശ്വസിക്കാമോ? ഇത് സത്യമാണോ നുണയാണോ? യെസ്, ഇത് സത്യമാണ് ഈ പേഴ്സൺ പറയുന്നത്. അപ്പോൾ ഈ പേഴ്സൺ ഇവരെ ഒന്നും തേർഡ് പാർട്ടി ആയിട്ട് അംഗീകരിക്കുന്നില്ലായിരിക്കാം. മനസ്സിലാവുണ്ടോ? ഇവരെല്ലാം ഈ പേഴ്സൻ്റെ ഫ്രണ്ട്സ് ആയിട്ടായിരിക്കും ഈ പേഴ്സൺ. അപ്പോൾ ഫ്രണ്ട്സ് കം ബെനിഫിറ്റ്സ് എന്നുള്ള പരിപാടി ഉണ്ടല്ലോ. അപ്പോൾ ചിലപ്പോൾ ഈ പേഴ്സൺ കണക്ഷൻ നിർത്തി എന്ന് പറഞ്ഞാൽ ഈ പേഴ്സൺ ഇപ്പോൾ ഇവർക്കൊന്നും ചിലവിന് കൊടുക്കുന്നുണ്ടാവില്ലായിരിക്കാം. പണസംബന്ധമായ അങ്ങോട്ട് കൊടുക്കൽ വാങ്ങലുകളൊന്നും ഇല്ലായിരിക്കാം. ഇവിടെ ഈ പേഴ്സൺ ഗോസിപ്പ് ആണ്. ഈ പേഴ്സൺ നിങ്ങളോട് പറയുന്നതെല്ലാം ഗോസിപ്പാണ്. ഇതൊന്നും സത്യമല്ല എന്നാണ് പറയുന്നത്. മനസ്സിലാവുണ്ടോ? നിങ്ങളോട് നുണയല്ല പറഞ്ഞാൽ സത്യമാണ് പറയുന്നതെന്നാണ്. അപ്പം നിങ്ങളോട് എന്താണ് ഈ പേഴ്സൺ പറയുന്നത്? തേർഡ് പാർട്ടിയെ ഉപേക്ഷിച്ചെന്നാണോ? തേർഡ് പാർട്ടിയായിട്ട് ഇപ്പോൾ കണക്ഷൻ, അപ്പോൾ ഈ നിമിഷം കണക്ഷൻ ഇല്ലെന്നാണോ പറയുന്നത്? അതുമാവാം. ഈ കേസ് നടക്കുന്നത് കൊണ്ട് തേർഡ് പാർട്ടികളോടൊന്നും ചിലപ്പോൾ ഈ പേഴ്സൺ അറ്റ് ദ മൊമെൻറ്റ് ഈ സമയം ഇത് നമ്മളിപ്പോൾ എടുക്കുന്ന റീഡിങ്, അപ്പോൾ അതുമാവാം. ഈ കാരണം ഇവിടെ ഗോസിപ്പ് ആണെന്ന് ഈ പേഴ്സൺ പറയുന്നുണ്ട്. വളരെ പ്ലാനിങ്ങോട് കൂടിയാണ് പറയുന്നത്. ഈ പേഴ്സൺ സ്പൈ ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? അപ്പോൾ ഈ പേഴ്സൺ വളരെ കാൽക്കുലേറ്റീവ് ആയിട്ടാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. അപ്പോൾ ഈ പേഴ്സൺ പറയുന്നത് ഈ നിമിഷം തേർഡ് പാർട്ടികളൊന്നും, ആ പേഴ്സൺ പറയുന്ന സമയത്ത് തേർഡ് പാർട്ടികളോടൊന്നും കമ്മ്യൂണിക്കേഷൻ ഇല്ല. അപ്പോൾ അതൊരു ബ്രേക്കിലായിരിക്കാം. ചിലപ്പോൾ ഒരു തേർഡ് പാർട്ടി റിലേഷൻഷിപ്പ് പോയി, പക്ഷേ ഈ പേഴ്സൻ്റെ മനസ്സിൽ പുതിയൊരു തേർഡ് പാർട്ടി റിലേഷൻഷിപ്പ് ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. അതാണ് ഏസ് ഓഫ് കപ്സ് നമ്മൾ പേഴ്സൻ്റെ എനർജിയിൽ കണ്ടത്. പക്ഷേ അവരുമായിട്ട് കമ്മ്യൂണിക്കേഷനിലേക്ക് പോയിട്ടില്ല. അത് വർക്ക് ഇൻ പ്രോഗ്രസ് ആണ്. അത് അങ്ങോട്ട് എത്തുന്നേ ഉള്ളൂ. അതാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഇവർ പറയുന്നത് ശരിയാണ്. ഇപ്പോൾ തൽക്കാലത്തേക്ക് എനിക്ക് തേർഡ് പാർട്ടി ആയിട്ടുള്ള കണക്ഷൻ ഒന്നുമില്ല, എല്ലാം വിട്ടു. കാരണം ആ തേർഡ് പാർട്ടികളായിട്ടുള്ള കണക്ഷൻ എല്ലാം ഉപേക്ഷിച്ചു. ഇനി പുതിയ റിലേഷൻഷിപ്പിലേക്കാണ് ഈ പേഴ്സൺ പോകാൻ പോകുന്നത് കേട്ടോ. എൻ്റെ ഈശ്വര, ആരെ വിശ്വസിക്കുക, എന്താ വിശ്വസിക്കുക? അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഗൈഡൻസും വേണം. അതുപോലെ തന്നെ ഈ പേഴ്സൺ എന്തുകൊണ്ടാണ് നിങ്ങളോട് ഇങ്ങനെ നിങ്ങളെ പറ്റിക്കാൻ നോക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ആദ്യം നമുക്ക് ചോദിക്കാം. എന്തുകൊണ്ടാണ് ഈ പേഴ്സണ് നമുക്ക് ചോദിക്കാനുള്ളത് തേർഡ് പാർട്ടികളെ ഉപേക്ഷിക്കാൻ പറ്റാത്ത എന്തുകൊണ്ടാണ് ഈ പേഴ്സണ്? ഈ പേഴ്സൺ ആരോടും സ്നേഹമില്ല, അതുകൊണ്ട് തന്നെ. പിന്നെ ഒറ്റയ്ക്ക് ഇരിക്കുക എന്ന് പറഞ്ഞാൽ പേടിയാണ് ഈ പേഴ്സൺ. വെച്ചാൽ ചിലരങ്ങനെയല്ലേ, ഇപ്പോൾ ഒറ്റപ്പെടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയാണ്. അപ്പോൾ പക്ഷേ വൈഫിന് എപ്പോഴും ഹസ്ബൻഡിൻ്റെ കൂടെ ഇരിക്കാനോ ഹസ്ബൻഡിന് എപ്പോഴും വൈഫിൻ്റെ കൂടെ ഇരിക്കാനോ പറ്റില്ല. അപ്പോൾ ചിലർക്ക് ഒരാൾ കൂടെ ഇല്ലാതെ പറ്റില്ല. അപ്പോൾ ഹസ്ബൻഡ് എബ്രോഡ് ആണെങ്കിൽ ഇവിടെ വേറെ പല കാര്യങ്ങളെന്ന് വെച്ചാൽ ഇപ്പോൾ പൈസയുടെ കാര്യങ്ങൾ, എപ്പോഴും സംസാരിക്കാൻ ഒരാൾ, മനസ്സിലായോ? ചിലർക്ക് എപ്പോഴും അടുത്തിരുന്ന ആരെങ്കിലും ഇങ്ങനെ റൊമാൻറ്റിക് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അതിന് വേണ്ടി മാത്രം റിലേഷൻഷിപ്പ് തുടങ്ങുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇവർ അതുപോലത്തെ ആൾക്കാരാണ്. ഇവർക്ക് ഒറ്റപ്പെടൽ ഭയങ്കര പേടിയാണ്. അപ്പോൾ ഭാര്യ വീട്ടിൽ പോവുകയോ ഭർത്താവ് ദൂരെ വർക്ക് ചെയ്യുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അവർ ആ സന്ദർഭത്തിൽ അത് ആക്സെപ്റ്റ് ചെയ്യുമെങ്കിലും അവരുടെ മനസ്സിൽ അത് ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. അവർ അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള ആരെങ്കിലും കണ്ടുപിടിച്ചിരിക്കും. അങ്ങനത്തെ പിള്ളേരാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ അതുമല്ല ഈ പേഴ്സൺ ആരോടും സ്നേഹമില്ല, മനസ്സിലായോ? അതുകൊണ്ട് തന്നെയാണ് പേഴ്സണ് സ്വന്തം കാര്യമാണെല്ലാം. ഇത് സെൽഫ് ലവ് ആണിത്. 2 ഓഫ് കപ്സ് റിവേഴ്സ് ആണ്. സെൽഫ് ലവ് ആണ്. അതുപോലെ ഒറ്റപ്പെടൽ പേടിയുള്ള ഒരാളാണ്. അപ്പോൾ ഈ പേഴ്സൺ അത് പറഞ്ഞിട്ടാണ് എനിക്ക് ഒറ്റയ്ക്ക് എന്നോട് സ്നേഹമുള്ള ആളാണെങ്കിൽ എൻ്റെ കൂടെ ഇരിക്കണ്ടേ. അങ്ങനെ വെറുതെ പൊട്ടത്തരം പറഞ്ഞിട്ട് സ്വയം സമാധാനിക്കുന്ന ഒരു എനർജിയാണ്. എൻ്റെ ഭർത്താവിന് എൻ്റെ സ്നേഹമാണെങ്കിൽ എൻ്റെ കൂടെ ഇരിക്കില്ലേ എന്നൊക്കെ പറഞ്ഞ് വെറുതെ ഡയലോഗ് അടിച്ച് സ്വയം അങ്ങനെ പറഞ്ഞ് എപ്പോഴും ഞാൻ ഹാർട്ട് ബ്രോക്കൺ ആണ്, എൻ്റെ ഭർത്താവ് എൻ്റെ കൂടെയില്ല. ചിലർ പണ്ടൊരു സിനിമ വന്നിട്ടുണ്ട്, പതി പത്നിയോ അറിവോ എന്നാണ് ആ ഹിന്ദിയിലെ സിനിമയുടെ പേര്. ഈ മാനേജറാണ് അയാൾ. എന്നിട്ട് അയാളുടെ അയാളുടെ സെക്രട്ടറി അത് ആ പെൺകുട്ടിയെ വശത്താക്കാൻ വേണ്ടി അയാൾ പറയും ഭാര്യയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഭാര്യ അങ്ങനെയാണ്, ഭാര്യ എങ്ങനെയാണ്, അവസാനം കണ്ടുപിടിക്കും. സിനിമയാണല്ലോ. അപ്പോൾ അതുപോലെ വെറുതെ സെൻറ്റിമെൻറ്റ്സ് അടിച്ചിട്ട് സിമ്പതി ആക്കിയിട്ട് മറ്റുള്ളവരെ വശംവദരാക്കുന്ന കുറേ എനർജീസ് ഉണ്ട്. അപ്പോൾ അതുപോലത്തെ ഒരു എനർജിയാണ് നിങ്ങളുടെ പേഴ്സൺ. മനസ്സിലായോ? ഈ തേർഡ് പാർട്ടി ഇല്ലാണ്ട് ഈ പേഴ്സൺ പറ്റില്ല. താൽക്കാലികമാണ് എല്ലാ റിലേഷൻഷിപ്പും. സ്നേഹം ആ പേഴ്സണെ മാത്രമേ സ്നേഹിക്കുന്നുള്ളൂ. ബാക്കി എല്ലാ റിലേഷൻഷിപ്പും താൽക്കാലികമാണ്, സമയം നിബന്ധമാണ്. എന്ന് വെച്ചാൽ
ഓക്കെ ഇപ്പോൾ എനിക്കിഷ്ടമാണ്, നാളെ എനിക്ക് അറിഞ്ഞുകൂടാ, അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് നിങ്ങളുടെ പേഴ്സൻ്റെ. അപ്പോൾ അതുകൊണ്ടാണ് ഈ പേഴ്സൺ തേർഡ് പാർട്ടികൾ ഇല്ലാണ്ട് ഈ പേഴ്സണ് പറ്റാതെ, ഒറ്റപ്പെടാൻ പേടിയാണ്. അതുപോലെ ജനറലി പേഴ്സൺ ഒരു ഉഴപ്പ് പേഴ്സണാണ് പണ്ട് മുതലേ. ഈ പേഴ്സണ് മീൻസ് എന്താ പറയുക, ഒരു മെച്യൂരിറ്റി ആകുമ്പോൾ തുടങ്ങി ഈ പേഴ്സൺ ഉഴപ്പാണ്, മനസ്സിലായി. അതുപോലെ തന്നെ ഈ പേഴ്സണ് ആരോ ചീറ്റ് ചെയ്തിട്ടുണ്ട് പണ്ടെങ്ങോ. അപ്പോൾ ആ ഒരു ഓർമ്മയും കൂടി ഉണ്ട്. അപ്പോൾ ആരും സ്നേഹിക്കാൻ കൊള്ളില്ല, എല്ലാവരും ചതിക്കാനേ കൊള്ളുള്ളൂ എന്നൊരു മനസ്സ്. കഴിഞ്ഞ സെക്കൻഡ് റീഡിങ്ങിൽ ഇതുപോലെ തന്നെ എനർജിയാണ് വന്നത്, പക്ഷെ അവിടെ വ്യത്യാസം ഉണ്ടായിരുന്നു ചില കാര്യങ്ങളിൽ. അപ്പോൾ ഈ പേഴ്സൺ ഒറ്റപ്പെടൽ പേടിയായതുകൊണ്ടാണ് ഈ പേഴ്സൺ തേർഡ് പാർട്ടി കണക്ഷൻ വെക്കുന്നത് കേട്ടോ. കാരണം ഈ പേഴ്സൺ ഒറ്റപ്പെടാൻ പേടിയാണ്, ഒറ്റയ്ക്കിരിക്കാൻ പേടിയാണ്. എന്തുകൊണ്ടൊന്നുമില്ല, കൊച്ചു കുട്ടിയൊന്നുമല്ല, എന്നാലും വെർഗോ സോഡിയാക് സൈൻ ആണ് ഇവിടെ കാണിക്കുന്നത്. ലാസ്റ്റ് ഇതിപ്പം എന്തുകൊണ്ടാണ് തേർഡ് പാർട്ടി ഇല്ലാതിരിക്കുന്നത്, നിങ്ങൾക്ക് ഗൈഡൻസ് എന്താണ്, നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്? നിങ്ങൾക്കുള്ള ഗൈഡൻസ് 3 ഓഫ് പെൻറ്റക്കിൾസ്. 3 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറഞ്ഞാൽ സ്വരുമയോട് പോവുക. എംപറർ എന്ന് പറഞ്ഞാൽ ചക്രവർത്തിയാണ്. അപ്പോൾ നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത്, നിങ്ങളിപ്പോൾ ഇവിടം വരെ വന്നു ഇതിനകത്ത് അല്ലേ, ഇനി ഇതിൽ നാശമാവാനില്ല. ഇത് നിങ്ങൾ ആദ്യമേ അറിഞ്ഞപ്പോൾ ഇത് വേണ്ടാന്ന് വെക്കണമായിരുന്നു. ഓരോ പ്രാവശ്യം നമ്മൾ തേർഡ് പാർട്ടിയെ കണ്ടുപിടിക്കുമ്പോഴും പുള്ളി പറയും, അല്ലെങ്കിൽ ആ സ്ത്രീ പറയും, ഇല്ല ഇത് ലാസ്റ്റാണ്, ഇനിയൊന്നും കണക്ഷൻ ഇല്ല എന്ന് പറയുമ്പോൾ നിങ്ങളത് ആക്സെപ്റ്റ് ചെയ്തു, പിന്നെയും മുമ്പോട്ട് പോകുന്നു, പിന്നെയും പുതിയ തേർഡ് പാർട്ടികൾ വന്നുകൊണ്ടിരിക്കുന്നു റിലേഷൻഷിപ്പിൽ, മനസ്സിലാവണം. അപ്പോൾ നിങ്ങളുടെ ഇതിലല്ല കൺട്രോൾ ഇവിടെ. വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ പേഴ്സണുമായിട്ട് സുല്ല് പറഞ്ഞ് പോകാം, പക്ഷെ അത് പോസിബിൾ അല്ല, നിങ്ങൾ ചെയ്യുന്നില്ല അത്. ഡോട്ടർ ഓഫ് പെൻറ്റക്കിൾസ്, പെൺകുട്ടികളുള്ളത് കൊണ്ടാണോ നിങ്ങൾക്ക് ഇത് ഉപേക്ഷിക്കാൻ പറ്റാത്തത്? ഓക്കെ. അതുപോലെ തന്നെ ഈ പേഴ്സൺ ഇഷ്ടംപോലെ പണമുണ്ട്, പ്രശസ്തിയുണ്ട്. അപ്പം നിങ്ങൾ ഈ പേഴ്സണിൻ്റെ പണവും പ്രശസ്തിയുമാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ മുമ്പിൽ നിങ്ങൾക്ക് ഇത്തിരി ഒരു ഗമ, എന്നുവെച്ചാൽ ഇന്ന ആളുടെ വൈഫാണ് അല്ലെങ്കിൽ ഇന്ന ആളുടെ ഹസ്ബൻഡാണ് എന്ന് പറയുമ്പോൾ ഒരു ഗമയുണ്ടല്ലോ, അതൊക്കെ നിങ്ങൾക്ക് കൈവിടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നാണ് പറയുന്നത്. അപ്പോൾ പിന്നെ സിറ്റുവേഷനോട് നിങ്ങൾ നിങ്ങൾക്ക് ഡിസിഷൻ എടുക്കാൻ ബുദ്ധിമുട്ടാണ്, നിങ്ങളുടേതായൊരു എന്താ പറയുക, ഡിസിഷൻ എടുക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. പിന്നെ കുട്ടികളുടെ പേര്, ഇതെല്ലാം നിങ്ങളുടെ എക്സ്ക്യൂസാണ്. ഇത് രണ്ടാമത്തെയും മൂന്നാമത്തെയും റീഡിങ് ഏകദേശം ഒരുപോലെ വന്നിരിക്കുന്നത്, ചില വ്യത്യാസങ്ങളുണ്ട് ഇവിടെ. പക്ഷേ രണ്ടും ഈ ഒരു എനർജി വന്നത് കൊണ്ടാണ്, രണ്ട് റീഡിങ്ങിലും ഈ എനർജിയാണ് വന്നത്. സർക്കംസ്റ്റാൻസ് വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. ഈ എനർജി വരുമ്പോൾ സിറ്റുവേഷൻ ഏകദേശം ഒരുപോലെ ആവും, മനസ്സിലാവുണ്ടോ? അപ്പോൾ അവിടെയാണ് കാര്യം. എന്തായാലും രണ്ട് റീഡിങ്ങും ചിലർക്ക് രണ്ടാമത്തെ റീഡിങ് റെസനേറ്റ് ചെയ്യും, ചിലർക്ക് മൂന്നാമത്തെ റീഡിങ് റെസനേറ്റ് ചെയ്യും. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഈ പേഴ്സൺ ഭയങ്കര കൺട്രോളിങ് എനർജിയാണ്, ഭയങ്കര പവർഫുള്ളാണത്. ഒരു കാർന്നോരെ പോലത്തെ ഒരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. പിന്നെ ഇവിടെ ജോയിൻറ്റ് ബിസിനസ് ആയിരിക്കാം നിങ്ങൾക്ക്, അപ്പോൾ അതിൻ്റെ ഒരു കണക്ഷൻ ഉണ്ട്. അപ്പോൾ അതിൻ്റേതായ ജോയിൻ്റ് അക്കൗണ്ട്, പിന്നെ ഇതിൽ നിന്ന് വിട്ടു പോകണമെങ്കിൽ ഭയങ്കര തലവേദനയാണ് ഇതിനകത്ത്. അപ്പോൾ യൂണിവേഴ്സ് പറയുന്നത് ഇതിലും കഷ്ടം വരാൻ പോകുന്നില്ല റിലേഷൻഷിപ്പിൽ, മനസ്സിലായോ? അപ്പോൾ പിന്നെ അതുമല്ല, നിങ്ങൾക്ക് ഒരു ഡെസിഷൻ എടുക്കാൻ ബുദ്ധിമുട്ടാണ്, ഒരു സ്റ്റാൻഡ് എടുക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് ഇവിടെ. അതുമല്ല 4 പേര് അറിയരുതെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ട്, മനസ്സിലാവണം. കാരണം നിങ്ങൾക്ക് വലിയ ഗമയാണ് ഈ പേഴ്സൺ. അപ്പോൾ ഈ പേഴ്സണിൻ്റെ നെഗറ്റീവ് സൈഡ് നാട്ടുകാരറിയരുത്, വീട്ടുകാരറിയരുത്, ഫ്രണ്ട്സ് അറിയരുത്. അപ്പോൾ നിങ്ങൾ വളരെ സ്വകാര്യമായിട്ടാണ് ഈ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത്. നിങ്ങൾക്കും ഈ പേഴ്സണും അല്ലാതെ വേറെ ആർക്കും, നിങ്ങളുടെ ഫാമിലിയിലുള്ളവർക്കോ ഇവരുടെ ഫാമിലിയിലുള്ളവർക്കോ ആർക്കും ഈ സിറ്റുവേഷനെ കുറിച്ച് അറിയില്ല. അതാണ് ഇപ്പോൾ ഈ പേഴ്സണിൻ്റെ വിജയം. നിങ്ങൾ ആരോടും പറയില്ല, കാരണം നിങ്ങളുടെ ഈഗോ ഹേർട്ടാവും, അല്ല നിങ്ങൾക്ക് നാണക്കേടാവും എന്ന് വെച്ചിട്ട് നിങ്ങൾ മിണ്ടാതിരിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ യൂണിവേഴ്സ് പറയുന്നത്, ഏതായാലും നിങ്ങൾ ഇതിനകത്തേക്ക് ഇറങ്ങിയില്ലേ, ഇനി അങ്ങ് മുമ്പോട്ട് പോവുക, കാരണം നിങ്ങളൊന്നും ചെയ്യാൻ പോകുന്നില്ല ഇവിടെ. അപ്പോൾ അതാണ് യൂണിവേഴ്സ് പറയുന്നത്. അപ്പം ഞാൻ ഈ റീഡിങ് ഇവിടെ വെച്ച് നിർത്തുകയാണ്, എനിക്ക് തലവേദന വരുന്നുണ്ട്. ഏരീസ്, ഭവാനി, ക്യാൻസർ, വെർഗോ, പൂച്ചകൾ ഇടി തുടങ്ങിയിട്ടുണ്ടെന്നുണ്ട്, അവർക്ക് വേറെ പണിയൊന്നുമില്ല. ബാക്കി ഞാൻ സോഡിയാക് സൈൻ എല്ലാം പറഞ്ഞതാണ്. അപ്പോൾ പൈസീസ്. അപ്പോൾ ഇതുവരെ എൻ്റെ റീഡിങ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വലിയൊരു താങ്ക്സ്. ചിലർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഓക്കെ, എല്ലാവർക്കും സന്തോഷവും സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയും
ഭഗവാൻ തരാൻ ഇടവരട്ടെ എന്ന് ആശംസിക്കുന്നു. വീണ്ടും ഒരു റീഡിങ്ങുമായിട്ട് വരാം. എല്ലാവരും സേഫായിട്ടിരിക്കുക. ടേക്ക് കെയർ. ബൈ ബൈ.